എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ രാമായണ മാസാചരണം, രാമായണ പാരായണവും പ്രഭാഷണവും ഒക്കെ നടക്കുന്ന ഈ വേദിയിൽ ഒരു 10-14 പ്രഭാഷണങ്ങൾ, പ്രൗഢഗംഭീരങ്ങളായിട്ടുള്ള പ്രഭാഷണങ്ങൾ മലയാളത്തിലെ എണ്ണം പറഞ്ഞ പ്രഭാഷകരുടെ വന്ന് രാമായണത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അത് കേട്ടിരുന്ന നിങ്ങളുടെ മുമ്പിൽ എനിക്ക് തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കാലത്തിൻ്റെ ഭൂതവും ഇന്നിൻ്റെ ജാലകവും. ഇതാണ് രാമായണത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം. ഈ രാമായണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ കഥാപാത്രങ്ങളെയും രാമായണത്തിൻ്റെ ക്ലൈമാക്സും ഒക്കെ ഓരോ കുട്ടികൾക്കും അറിയാം. നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും രാവണവധം നടക്കും, ശ്രീരാമനെ വനത്തിലേക്ക് അയക്കും, ഇങ്ങനെയൊക്കെയുള്ള കഥ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നത്. എങ്കിലും ഓരോ സമയത്തും നമ്മൾ കേൾക്കുന്തോറും എന്തെങ്കിലുമൊക്കെ പുതുമ, എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ആ കൃതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ ക്ഷേത്ര സന്നിധിയിൽ രാമായണത്തെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ മറ്റൊരു കാര്യവുമാണ്. സാധാരണ നമ്മൾ ഈ തന്ത്രശാസ്ത്രത്തിൽ പറയും അന്യമന്ത്രയജനം, അതായത് ഒരു ദേവൻ്റെ മുമ്പിൽ നിന്ന് മറ്റൊരു ദേവൻ്റെ നാമം ജപിക്കുവാനോ ആ ദേവൻ്റെ കീർത്തിയെക്കുറിച്ച് പറയാനോ പാടില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയെ അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഈ ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടം രാമൻ്റെ കഥ, രാമൻ്റെ നാമം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതുതന്നെയാണ് ഈ നാലമ്പലങ്ങളിൽ നടക്കുന്നത്. രാമക്ഷേത്രത്തിലും ഭരതക്ഷേത്രത്തിലും ലക്ഷ്മണ ക്ഷേത്രത്തിലും ശത്രുഘ്ന ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലും അവിടെയും ആ ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശ്രീരാമ മന്ത്രം ഉരുവിടുന്നതാണ് ഉത്തമം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രസന്നിധിയിൽ ഈ രാമകഥ, രാമായണത്തിൻ്റെ ചില കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് അത്യന്തം ശ്രേഷ്ഠമാണ് എന്നും ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ വാൽമീകി രാമായണം എന്ന് പറയുന്ന ആ രാമായണത്തിനെയാണല്ലോ നമ്മളൊക്കെ ഒരു മൂലകൃതിയായി പരിഗണിക്കുന്നത്. ആദികാവ്യം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കൃതി. ഈ രാമായണം എന്ന് പറയുന്നത് വാൽമീകി മഹർഷി എഴുതിയതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഹനുമാൻ ഒരു രാമായണം രാമരാവണ യുദ്ധത്തിന് ശേഷം, ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിന് ശേഷം ഹിമാലയത്തിൽ പോയി രാമനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന രാമകഥാ സംഭവങ്ങളൊക്കെ തൻ്റെ നഖം കൊണ്ട് അവിടെ ഇവിടെയുള്ള പാറകളിൽ എഴുതി വച്ചുവെന്നും ഇത് വാൽമീകി മഹർഷി വന്ന് കാണാനിടയായപ്പോൾ താൻ രാമകഥ മുൻകൂട്ടി കണ്ട് രചിച്ചതിനേക്കാൾ എത്രയോ കാവ്യാത്മകമായിട്ടാണ്, എത്രയോ മനോഹരമായിട്ടാണ് ഹനുമാൻ ഇത് എഴുതിയിരിക്കുന്നത് എന്ന് ചിന്തിച്ച് വാൽമീകി മഹർഷിക്ക് ദുഃഖമുണ്ടായെന്നും ഇത് മനസ്സിലാക്കിയ ഹനുമാൻ തനിക്ക് ഒരു കാവ്യം ചമയ്ക്കലല്ല തൻ്റെ ലക്ഷ്യം, ശ്രീരാമനോടുള്ള ഭക്തിയിൽ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാമായണത്തിനെ എഴുതിയ പാറക്കഷ്ണങ്ങളൊക്കെ പല ദിക്കിലേക്ക് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു എന്നും ഒരു കഥയുണ്ട്. അതുകൂടാതെ ഹനുമാനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന മറ്റൊന്നാണ് നമുക്കൊക്കെ ചിരപരിചിതമായ ഏകശ്ലോക രാമായണം എന്ന് പറയുന്നത്. പൂർവം രാമ തപോവനാനി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം അല്ലെങ്കിൽ ലങ്കാപുരി മർദ്ദനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ഏതത് രാമായണം. ഈ ശ്ലോകത്തിന് ചില വ്യത്യാസങ്ങളുണ്ട്. ഈ ശ്ലോകത്തിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് ചോദിച്ചാൽ, ഈ രാമരാവണ യുദ്ധം അവസാനിച്ചതിന് ശേഷം പുഷ്പക വിമാനത്തിലാണ് ശ്രീരാമനും മറ്റും തൻ്റെ രാജ്യത്തിലേക്ക്, ഭാരതത്തിലേക്ക്, അയോധ്യയിലേക്ക്, ലങ്കയിൽ നിന്ന് മടങ്ങി വരുന്നത്. അങ്ങോട്ട് നടന്നാണ് പോയത് നമുക്കറിയാം.
ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഈ പരിസരങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ആകാശമാർഗേണ വരുമ്പോൾ ഭരദ്വാജ മുനിയുടെ ആശ്രമം ശ്രീരാമനും മറ്റും കാണുകയാണ്. ഈ ഭരദ്വാജൻ എന്ന് പറയുന്ന മുനിക്ക് രാമായണത്തിൽ പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാമായണം എന്ന് പറയുന്നത് ആദ്യ ശ്ലോകം ആദ്യമായി ചൊല്ലിയത് വാൽമീകി മഹർഷിയാണ്. തമസാ നദിയുടെ തീരത്ത് ക്രൗഞ്ച പക്ഷികൾ കൊക്കുരുമിയിരുന്ന ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ വനവേടൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ അതിൽ നിന്നുണ്ടായ ശോകം ശ്ലോകരൂപേണ വന്നു എന്നും മാനിഷാദ പ്രതിഷ്ഠാം തുമഹമത് ശാശ്വതി സമ ക്രൗഞ്ച മിഥുനാം ദേഹമവധീം കാമമോഹിതമെന്ന് വാൽമീകി പാടി എന്നൊക്കെ കഥ നമുക്കറിയാം. എന്നാൽ ഈ വാൽമീകിയുടെ ശ്ലോകം ആദ്യമായിട്ട് കേട്ടതാരാണ് എന്നൊരു ചോദ്യം ഉള്ളപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഈ ഭരദ്വാജ മുനി. വാൽമീകിയുടെ ശിഷ്യനായിരുന്നു ഭരദ്വാജ മഹർഷി. വാൽമീകി മഹർഷിയോടൊപ്പം ഈ തമസാ നദിയുടെ തീരത്ത് സ്നാനത്തിനായി ഉണ്ടായിരുന്നത് ഭരദ്വാജ മുനിയാണ്. ശ്രീരാമൻ വനത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ടെത്തുന്ന ആശ്രമവും ഈ ഭരദ്വാജ മുനിയുടെ ആശ്രമമാണ്. അവിടെ നിന്നാണ് പിന്നെ വാൽമീകി ആശ്രമത്തിലേക്കും ചിത്രകൂടത്തിലേക്കും മറ്റു സന്യാസിമാരുടെ ആശ്രമത്തിലേക്കുമൊക്കെ ശ്രീരാമൻ പോകുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ശ്രീരാമചന്ദ്രൻ എത്തിയ ആശ്രമം ഈ ഭരദ്വാജ മുനിയുടെ ആശ്രമമാണ്. അവിടേക്ക് തീർന്നില്ല. അവിടെ ഒരു ദിവസം രാമനും ലക്ഷ്മണനും സീതയും കൂടി തങ്ങിയതിന് ശേഷമാണ് ചിത്രകൂടത്തിലേക്ക് പോകുന്നത്. അവിടെയും അവസാനിക്കുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭരതനും ശത്രുഘ്നനും ശ്രീരാമനെ തേടി വരുമ്പോൾ ഈ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ അവർ രണ്ടുപേരും താമസിക്കുന്നുമുണ്ട്. അങ്ങനെ ദശരഥന്റെ 4 മക്കൾക്കും 2 വ്യത്യസ്ത ദിവസങ്ങളിൽ ആതിഥേയം കൊടുത്ത ഒരു ശീശ്വരനാണ് ഭരദ്വാജ മുനി. മടങ്ങി വരുമ്പോൾ ശ്രീരാമൻ വിശ്രമിക്കാൻ ഇറങ്ങുന്നതും ഈ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്കാണ്. അവിടെ ഇരുന്നു കൊണ്ട് രാമൻ ഹനുമാനോട് പറയും, എത്രയും വേഗം ഭരതന്റെ അടുത്ത് ചെന്ന് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയണം. ഭരതൻ എന്നെ കാത്തിരിക്കുകയാണ്, ഈ വിവരം അറിയിക്കണമെന്ന് പറയും. ഉടൻ തന്നെ രാമന്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് ഹനുമാൻ ഭരതന്റെ അടുത്തേക്ക് പോവുകയാണ്. ഭരതൻ അന്ന് അയോധ്യയിലല്ല, നമുക്കറിയാം, നന്ദിഗ്രാമിലാണ്. ശ്രീരാമൻ വനയാത്രയ്ക്ക് പോയപ്പോൾ ജ്യേഷ്ഠന്റെ പാദുകവും പൂജിച്ചുകൊണ്ട് നന്ദിഗ്രാമിൽ മുനിമാരുടെ സന്യാസിയുടെ വേഷത്തിൽ ജ്യേഷ്ഠൻ രാമൻ എങ്ങനെയാണോ വനത്തിൽ ശയിക്കുന്നത്, എന്തെല്ലാം ഭക്ഷണങ്ങളാണോ കഴിക്കുന്നത്, അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ വസിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഹനുമാനെ കാണുമ്പോൾ ഭരതൻ ആവേശത്തോടെ ചോദിക്കും, ചിത്രകൂടം വരെ ഞാൻ വന്നിരുന്നു, അതുവരെയുള്ള വിശേഷങ്ങൾ എനിക്കറിയാം. പിന്നെ ജ്യേഷ്ഠൻ്റെ ജീവിതത്തിൽ ഇതുവരെ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് വേഗം ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഏകശ്ലോക രാമായണം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. പൂർവം രാമ തപോവനാനി ഗമനം. അവിടെ നിന്ന് ചിത്രകൂടത്തിൽ നിന്ന് ശ്രീരാമൻ പിന്നെ തപോവനങ്ങളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഹത്വാ മൃഗം കാഞ്ചനം, സ്വർണ്ണവർണ്ണത്തിലുള്ള ഒരു മാനിനെ ഹനിക്കുന്നു, കൊല്ലുന്നു. ഈ സമയത്ത് വൈദേഹിയെ അപഹരിക്കപ്പെടുന്നു. സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നു. പോകുന്ന വഴിയിൽ ജടായു എന്ന് പറയുന്ന പക്ഷി മാർഗവിഘ്നം വരുത്തുന്നു. ജടായുവിനെ നിഗ്രഹിക്കുന്നു. മരിക്കുന്നത് പിന്നീടാണെങ്കിലും മരണകാരണമായ ഒരു വെട്ട് ജടായുവിന് കൊടുക്കുന്നു. പിന്നീട് സുഗ്രീവനുമായി സംഭാഷണം നടത്തുന്നു. ബാലിയെ വധിക്കുന്നു. സമുദ്രം തരണം ചെയ്യുന്നു. ലങ്കാപുരി ദാഹനമെന്നും ലങ്കാപുരി മർദ്ദനമെന്നും ഈ ഒരു ശ്ലോകത്തിന് 2 വ്യാഖ്യാനം വന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചാൽ, ഈ സമുദ്ര തരണം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ചിലരതിനെ വ്യാഖ്യാനിക്കുന്നത് ഹനുമാൻ സമുദ്രം ചാടിക്കടന്നു എന്നാണ്. ഹനുമാൻ സമുദ്രം ചാടിക്കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഹനുമാൻ അവിടെ ചെയ്യുന്ന പ്രവൃത്തി ലങ്കയെ ദഹിപ്പിക്കുകയാണ്. എന്നാൽ ഹനുമാൻ ഒരിക്കലും തൻ്റെ വീരസാഹസികതയെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. അത് പറയുകയല്ല ഹനുമാന്റെ ലക്ഷ്യം. ഹനുമാൻ രാമനും ലക്ഷ്മണനും വാനര സൈന്യവും സമുദ്രം കടന്നതാണ്, സമുദ്രം തരണം ചെയ്തതാണ് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ യോജിക്കുന്നത് ലങ്കാപുരി മർദ്ദനം, ആ ലങ്കയെ നാമാവിശേഷമാക്കി നൂറ്റാണ്ടുകൾ കൊണ്ട് കെട്ടി ഉയർത്തപ്പെട്ട സുവർണ ലങ്ക ഉത്തരരാമായണത്തിൽ ഉത്തരകാണ്ഡത്തിൽ പറയുന്നുണ്ട്. അതിവിശാലമായ കിടങ്ങുകൾ, 7 കോട്ടകൾ, 4 ഗോപുരങ്ങളുള്ള 7 കോട്ടകൾ,
ഒരു കോട്ട കടന്ന് അടുത്ത കോട്ട എത്തുന്നതിന് മുമ്പ് അതിവിശാലമായ കിടങ്ങുകൾ കടക്കാൻ യന്ത്രപാലങ്ങൾ, അകത്ത് ചെന്നാൽ ഘാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിന് നിർജ്ജനമായുള്ള നിർമ്മലശാലയും. കിഴക്കേ ഗോപുരത്തിൻ്റെ കാവൽ 10,000 പേർ, വടക്ക് 1,00,000, തെക്ക് 10,00,000, പടിഞ്ഞാറ് 1 കോടി. ഇങ്ങനെയൊക്കെയാണ് കണക്കുകൾ രാവണന്റെ കൊട്ടാരത്തിൻ്റെ കാവൽ എന്ന് പറയുന്നത്. ആ ലങ്കയെ മർദ്ദിച്ച് നാമാവിശേഷമാക്കി അവിടെ ആകെ തകർത്തതിന് ശേഷമാണ്, അതാണ് ലങ്കാപുരി മർദ്ദനം. അവിടെ യോജിക്കുന്നത് രാമന്റെയും വാനര സൈന്യത്തിൻ്റെയും ലങ്കാപുരി മർദ്ദനമാണ്. അങ്ങനെ മർദ്ദിച്ചതിന് ശേഷം രാവണനെയും കുംഭകർണനെയും വധിക്കുന്നു. ഇതാണ് പിന്നെ ഞാനിതാ ഇവിടെ എത്തിയിരിക്കുന്നു, ഇതാണ് രാമന്റെ യാത്രയുടെ അങ്ങ് കേൾക്കാൻ ആവശ്യപ്പെട്ട എന്ന കഥ എന്ന ഒറ്റ ശ്ലോകത്തിലൂടെ ഹനുമാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു രാമായണം ഏറ്റവും അധികം സുന്ദരമായി എഴുതിയ വ്യക്തി അല്ലെങ്കിൽ എഴുതിയ ഒരു ഭക്തൻ, ഒപ്പം ഏകശ്ലോക രാമായണം ഹനുമാന്റെ പേരിൽ നമ്മൾ ഇന്നും ഓർക്കുന്നു. അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ്. ഇനി രാമായണത്തിൻ്റെ ഭൂതവും ഇന്നിൻ്റെ ജാലകവും എന്നതാണ് വിഷയം. അപ്പം ഈ രാമായണത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു ജാലകത്തിലൂടെ നമുക്ക് ഇന്നത്തെ 2026 നോക്കാം. 2026 നിന്നുകൊണ്ട് ആ ജാലകത്തിലൂടെ, ഈ ജാലകത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, രാമായണത്തിനകത്തേക്കും നോക്കാം. അങ്ങനെ 2 നോട്ടങ്ങൾ ഈ രാമായണത്തിനെ സംബന്ധിച്ച് സാധിക്കുമെന്നുള്ളതാണ്. അത് ഉണ്ടായ കാലഘട്ടം, രാമകഥ പ്രചരിച്ച കാലഘട്ടം, അത് ഓരോ കാലഘട്ടങ്ങളെയും എങ്ങനെ സ്വാധീനം ചെലുത്തി എന്നത്, അത് ഈ വർത്തമാനകാലത്തിൽ എങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത്. ഈ വർത്തമാനകാലത്തിൽ രാമായണം പലപ്പോഴും അതിലെ പ്രധാന കഥാപാത്രമായ രാമൻ വിമർശിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ മുമ്പിൽ പലപ്പോഴും നിൽക്കുന്നത്. പുതിയ തലമുറ രാമായണം എടുത്ത് വായിച്ചിട്ട്, മറ്റു പലരും വായിക്കുന്നോ എന്നെനിക്കറിയില്ല എങ്കിലും മറ്റു പലരിടത്തു നിന്ന് കേൾക്കുന്ന അറിവുകൾ വച്ച് രാമൻ ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ചത് തെറ്റല്ലേ, രാമൻ സീതയുടെ ചാരിത്രത്തെ സംശയിച്ചത് തെറ്റല്ലേ, ശ്രീരാമൻ ശംഭുകൻ എന്ന് പറയുന്ന ശൂദ്രമുനിയെ വധിച്ചത് തെറ്റാണ് എന്നിങ്ങനെ ഓരോരുത്തരും അടിവരയിട്ട് ഓരോന്നും ഉദ്ധരിച്ച് രാമന്റെ ചെയ്തികളെ വിമർശിച്ചുകൊണ്ട് പറയും. ഈ രാമായണം എന്ന് പറയുന്ന കൃതിയും ഈ ഇതിഹാസങ്ങളൊക്കെ അങ്ങനെയാണ്. ഏത് തലമുറയ്ക്കും അവരുടെ വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങുന്ന ചില കഥാസന്ദർഭങ്ങളും ചില പ്രത്യേകതകളും ഇവയ്ക്കുണ്ട്. കാരണം ഇത് കഥയാണല്ലോ, കഥകളാണ് എന്ന് നമുക്കറിയാം. ധർമാർത്ഥകാമ മോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ എന്നാണ്. ധർമാർത്ഥകാമ മോക്ഷം, ഇത് പുരുഷാർത്ഥങ്ങളാണെന്ന് നമുക്കറിയാം. ഈ ധർമാർത്ഥകാമ മോക്ഷങ്ങൾ പരിപാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ മുറുകെ, ആ പുരുഷാർത്ഥങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഉപദേശങ്ങൾ കഥയിലൂടെ പറഞ്ഞു കൊടുക്കുന്ന, പഴയകാലത്തെ കഥയിലൂടെ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഇതിഹാസം എന്ന് പറയുന്നത് എന്നാണ് ഇതിഹാസത്തിൻ്റെ വ്യാഖ്യാനം. ധർമാർത്ഥകാമ മോക്ഷാണ്. ഈ ധർമാർത്ഥകാമ മോക്ഷം എന്ന് പറയുമ്പോൾ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ പറയും ധർമ്മമാർഗത്തിൽ ജീവിച്ച് അർത്ഥമൊക്കെ സമ്പാദിച്ച് ജീവിതത്തിൻ്റെ കാമനകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് മോക്ഷം നേടുക, ഇതൊരർത്ഥം. നമ്മൾ ധർമ്മിഷ്ഠരായി ആരെയും പൈസ മോഷ്ടിക്കാതെ ധർമ്മമാർഗത്തിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കാതെ ജീവിച്ച് അതിലൂടെ മാത്രം ധനം സമ്പാദിച്ചു, പൈസയൊക്കെ സമ്പാദിച്ചുകൊണ്ട് ധർമാർത്ഥകാമ മോക്ഷാണ്. കാമം നമ്മുടെ വിവാഹമൊക്കെ കഴിച്ച് മക്കളൊക്കെ ജനിച്ച് അവരെ പഠിപ്പിച്ചൊരു കരയാക്കി അതിനുശേഷം നമ്മൾ ജീവിതത്തിൻ്റെ നിന്നും മോക്ഷം പ്രാപിക്കുന്നു. ഇതാണ് ഇതാണ് പുരുഷാർത്ഥം എന്ന് പറയും. പക്ഷേ ഈ രാമായണത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾ 2 തരത്തിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും എന്നുള്ളതാണ്. ധർമ്മം, മോക്ഷം, ഈ 2 വാക്കുകളെ നമ്മൾ ഒരു വശത്തും, അർത്ഥം, കാമം, ഈ 2 വാക്കുകളെ നമ്മൾ മറ്റൊരു വശത്തും വച്ച് രാമനെയും രാവണനെയും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ധർമ്മമാർഗത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ തൻ്റെ രാജ്യം പോലും ഉപേക്ഷിച്ച് തൻ്റെ ജീവിത സഖിയായ ഭാര്യയെപ്പോലും ധർമ്മം സംരക്ഷിക്കാൻ ഉപേക്ഷിച്ചുകൊണ്ട് മോക്ഷത്തിലേക്ക് ആഗ്രഹിച്ച, മോക്ഷം നേടാൻ ശ്രമിച്ച, മോക്ഷത്തിലേക്ക് നടന്നുപോയ ശ്രീരാമൻ, അർത്ഥം സമ്പാദിച്ചുകൊണ്ട് കാമനകൾ പൂർത്തിയാക്കാൻ യത്നിച്ച രാവണൻ എന്ന കഥാപാത്രം. എന്ത് വിശിഷ്ടമായ വസ്തുക്കളുണ്ടോ! ലങ്കാലക്ഷ്മിയിൽ CN ശ്രീകണ്ഠൻ നായർ
രാവണനെ കൊണ്ട് പറയിക്കും, 3 ലോകങ്ങളിലും അമൂല്യമായ ഏതൊന്നുണ്ടോ അതെല്ലാം ലങ്കയ്ക്ക് അലങ്കാരം. മഹേശന്റെ ചന്ദ്രഹാസം, ബ്രഹ്മാവിന്റെ പോർച്ചട്ട, വൈശ്രവണന്റെ പുഷ്പക വിമാനം, ഇതെല്ലാം ലങ്കയ്ക്ക് സ്വന്തം എന്നൊക്കെ പറയുന്ന രാവണന്റെ ഒരു സംഭാഷണമുണ്ട്. അപ്പൊ ഇങ്ങനെ അർത്ഥം, ഈ അർത്ഥം എന്ന് പറയുന്നത് പണം മാത്രമല്ല. നമ്മുടെ ആവശ്യത്തിന് നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടി ഒരാൾ നമുക്ക് നൽകുന്ന എന്തും അർത്ഥമാണ്. ഒരാൾ നമുക്കൊരു കാര്യം സാധിച്ചു തന്നു, നമ്മളെ കൊണ്ട് അയാൾക്ക് മറ്റെന്തെങ്കിലും ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയാണ് അയാൾ അത് സാധിച്ചു തന്നതെങ്കിൽ അതൊരു ധനമാണ്, പണമല്ല, മറ്റൊരു തരത്തിലുള്ള അർത്ഥമാണ്. ആ അർത്ഥം സമ്പാദിച്ചുകൊണ്ട് കാമത്തിലേക്ക് സ്വയം ആഗ്രഹം പൂർത്തീകരിക്കാൻ, എല്ലാ തരത്തിലുള്ള കാമനകളും പൂർത്തീകരിക്കാൻ ശ്രമിച്ച രാവണൻ എന്ന കഥാപാത്രം. അങ്ങനെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ഇവ തമ്മിലുള്ള ഒരു സംഘട്ടനം കൂടി, ഇവ തമ്മിലുള്ള ഒരു ചേരിതിരിവ് കൂടി ഈ രാമായണം എന്ന് പറയുന്ന ഇതിഹാസം വായിക്കുമ്പോൾ, മറ്റെല്ലാറ്റിലും ധർമ്മിഷ്ഠരായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമുണ്ട്, മോക്ഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്, പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം, അർത്ഥത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്, മോക്ഷം കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കഥാപാത്രങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ 2 വ്യത്യസ്ത ഭാവങ്ങൾ ഇഴചേരുന്ന 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിൻ്റെ കഥ കൂടിയാണ് രാമായണം. ഞാൻ ഈ പറഞ്ഞത്, അപ്പോൾ ഈ വർത്തമാനകാലത്തിൽ ഇങ്ങനെ രാമനെ വിവിധ തരങ്ങളിൽ വിമർശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴും അതിനൊക്കെ തന്നെ സമർത്ഥിക്കാനുള്ള പഴുതുകളും ഈ രാമായണം അതിൽ നൽകുന്നു എന്നുള്ളതാണ്. നമ്മൾ ശരിയായി അതിനെ സമീപിക്കാതിരുന്നാൽ, തെറ്റായി നമ്മളതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ശരിയാണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ സത്ത എന്താണെന്ന് അറിയുമ്പോഴാണ് രാമൻ എന്ന കഥാപാത്രം എങ്ങനെയാണ് ധർമ്മം പരിപാലിക്കാൻ വേണ്ടി ജീവിച്ചത്, സഞ്ചരിച്ചത് എന്നൊരു ഒരു വിചാരം, അല്ലെങ്കിൽ എന്നൊരു തോന്നൽ, എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകുന്നത് അപ്പോഴാണ്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്രീരാമൻ എന്ന് പറയുന്ന നമ്മുടെ ഈശ്വരൻ, അല്ലെങ്കിൽ രാമായണത്തിലെ നായകൻ, ദൈവം എന്ത് വേണോ ആവാം, കർക്കിടക മാസത്തിൽ മാത്രം ഓർമ്മിക്കപ്പെടുന്ന ഒരു ഈശ്വരനായി പലപ്പോഴും മാറിപ്പോകാറുണ്ട്. കർക്കിടകം എല്ലാ ദിവസവും അല്ല, ഒരു 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ രാമായണ പാരായണമൊക്കെ നടക്കുന്ന അമ്പലത്തിൽ ആളുകളുണ്ടാവും. 5-ാം തീയതി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ കർക്കിടകം 31-ന് പട്ടാഭിഷേകം നടക്കുന്ന ദിവസം എല്ലാവരും കൂടി വരും, ഒന്ന് നോക്കും. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ കൊച്ചുകുട്ടികൾ, നമ്മളൊക്കെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ മുതിർന്നവർ നമ്മളെ ഉറപ്പായും ചെയ്യിക്കുന്നൊരു കാര്യമുണ്ട്. സന്ധ്യാനാമം, ഈശ്വരനാമം ജപിക്കും. വിളക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിളക്കിൻ്റെ ചുവട്ടിലിരുന്ന് രാമനാമം ജപിക്കണം. അതിൻ്റെ അർത്ഥമൊന്നും നമുക്കറിയില്ല, എങ്കിലും രാമ രാമ എന്ന് പറയുന്ന കഥാപാത്രം ആ വാക്കിലൂടെ കാട്ടാളനായ വാൽമീകിയുടെ രത്നാകരൻ്റെ മനസ്സിലേക്ക് എങ്ങനെയാണോ രാമൻ എന്ന് പറയുന്ന കഥാപാത്രം ആ ജീവിതം വളർന്നു കയറിയത്, അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് രാമൻ രാമൻ എന്നുള്ള പേര്, സീത എന്നുള്ള പേര്, രാവണൻ എന്നുള്ള പേരൊക്കെ 5 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും. പിന്നീട് ഈ രാമകഥകൾ കേൾക്കാൻ നമുക്ക് താല്പര്യം തോന്നും. നമ്മുടെ മുത്തശ്ശിമാർ ഈ രാമകഥ പറയുമ്പോൾ ശ്രദ്ധാപൂർവ്വം കേൾക്കാനുള്ളൊരു തോന്നലുണ്ടാവും. വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ഈ രാമായണത്തിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള പാഠഭാഗങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൗതുക കണ്ണുകളോടെ അധ്യാപകരെ നോക്കിയിരിക്കും. എന്തെങ്കിലും ഒരു കഥ പാഠത്തിൽ നിന്നും മാറി സാറ് പറഞ്ഞെങ്കിൽ എന്ന് ചിന്തിച്ച് ആ കഥ കേൾക്കാൻ താല്പര്യത്തോടെ ഇരിക്കും. രാമായണത്തിൻ്റെ കഥകളൊക്കെ അച്ചടിച്ചു വരുന്ന ബാലമാസികകൾ, ഈ അമർചിത്ര കഥകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ആവേശത്തോടെ വായിക്കും. അങ്ങനെയാണ് നമ്മളൊക്കെ ഈ രാമകഥയിലേക്ക് മാത്രമല്ല മിക്കവാറും പുരാണ കഥകളിലേക്കൊക്കെ തന്നെ നമ്മൾ അടുത്തത് അങ്ങനെയാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് വിമർശനാത്മകമായിട്ടുള്ള പലതും ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് കൊണ്ട്, അത് ശരിയാണെന്ന രീതിയിൽ സമർത്ഥിക്കുന്നത് കൊണ്ട്, പുതിയ തലമുറ പലപ്പോഴും സത്യം മറന്നുകൊണ്ട് എന്തായിരുന്നു അന്നത്തെ സാഹചര്യമെന്ന് മനസ്സിലാക്കാതെ ഇതിൻ്റെ പിന്നാലെ പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞത്, നമ്മൾ ഈ കർക്കിടകമാകുമ്പോൾ മാത്രം വായിക്കേണ്ട, പണ്ട് നിത്യവും പാരായണം ചെയ്യും, എന്നും വീട്ടിൽ വിളക്ക് കത്തിക്കുമല്ലോ, നിത്യം പാരായണത്തിന് ഉതകുന്ന ഒന്നായിട്ടാണ് ഈ രാമായണം എന്ന് പറയുന്ന കൃതി എഴുത്തച്ഛൻ നമുക്ക്, അധ്യാത്മരാമായണം നമുക്ക് നൽകിയത്. അധ്യാത്മരാമായണം, വാൽമീകി രാമായണത്തിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഈ വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും രണ്ടാണ്. നമുക്കറിയാം, പലരും പറയുന്ന ഒരു കാര്യം, ഒരു പരാതി എന്ന് പറയുന്നത്, ഈ വാൽമീകി ശ്രീരാമനെ ഒരു നല്ല മനുഷ്യനായിട്ടാണ് അവതരിപ്പിച്ചത്. പക്ഷെ എഴുത്തച്ഛൻ വാൽമീകിയിൽ നിന്ന് മാറി
ശ്രീരാമനെ ഒരു ഈശ്വരനായിട്ടാണ് അവതരിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ ഒരുപാട് സന്ദർഭങ്ങൾ അതിൽ നമുക്ക് കാണാം. വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ വനത്തിലേക്ക് പോകുമ്പോൾ ആശ്രമത്തിലെ മുനിമാരെയൊക്കെ കാണുമ്പോൾ ശ്രീരാമൻ അങ്ങോട്ട് ചെന്ന് മുനിമാരെ കുമ്പിട്ട് വണങ്ങുകയാണ്. പക്ഷെ അധ്യാത്മരാമായണത്തിലാണെങ്കിൽ ഈശ്വരനായ രാമൻ വനത്തിലേക്ക് ചെല്ലുമ്പോൾ സന്യാസിമാരൊക്കെ ശ്രീരാമനെ വന്ന് തൊഴുത് കുമ്പിട്ട് ആശ്രമത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ പല വ്യത്യാസങ്ങൾ ഇവയുടെ തമ്മിൽ നമുക്ക് കാണാം. എന്തുകൊണ്ട് എഴുത്തച്ഛൻ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ച് എഴുത്തച്ഛനെ കുറ്റപ്പെടുത്തുന്ന ചില ലേഖനങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം, ഒരിക്കലും എഴുത്തച്ഛൻ സ്വീകരിച്ചത് വാൽമീകിയുടെ രാമായണമല്ല എന്നുള്ളതാണ്. എഴുത്തച്ഛൻ തൻ്റെ അധ്യാത്മരാമായണത്തിന് മൂലകൃതിയായി സ്വീകരിച്ചത് സംസ്കൃതത്തിലെ അധ്യാത്മരാമായണത്തെയാണ്. ഈ സംസ്കൃതത്തിൽ അധ്യാത്മരാമായണം എന്ന പേരിൽ തന്നെ വ്യാസമുനി ഒരു രാമായണം എഴുതിയിട്ടുണ്ട്. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ രാമായണം കഥ, അതിൽ നളന്റെയും പല കഥകളും പറയുന്ന കൂട്ടത്തിൽ രാമായണ കഥ ഒന്ന് പരാമർശിച്ചു പോകുന്നുണ്ട്. അവിടെയല്ല പക്ഷേ ഈ അധ്യാത്മരാമായണമുള്ളത്. അധ്യാത്മരാമായണം വ്യാസൻ എഴുതിയിരിക്കുന്നത് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ്. 18 പുരാണങ്ങളിൽ ഒന്നാണ് ബ്രഹ്മാണ്ഡ പുരാണം. ഓരോ ദേവന്മാർക്കും 6 പുരാണങ്ങൾ വീതം. ബ്രഹ്മാവിന് 6, മഹാവിഷ്ണുവിന് 6, മഹാദേവന് 6, ഇങ്ങനെ 6, 3, 18 എന്നാണ് അതാണ് കണക്ക്. അപ്പോൾ ഓരോരുത്തർക്കും 6 പുരാണം. അതിൽ ബ്രഹ്മപുരാണം വേറെ, ബ്രഹ്മാണ്ഡ പുരാണം വേറെ. അതിൽ ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ഈ അധ്യാത്മരാമായണം എന്ന പേരിൽ തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി സമ്പൂർണ്ണ അവതാരമായ രാമനെ വ്യാസൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലം വച്ച് ജാതീയമായ പ്രശ്നം, മതപരിവർത്തനം, ഭാഷയുടെ വികലമായ ഭാഷ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ കൊണ്ടാണ് എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ പ്രൗഢമായ ഒരു ഭാഷ, ഭവാനിരോധിയായ ഒരു ഭാഷ മലയാളികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് അധ്യാത്മരാമായണം എന്ന് പറയുന്നത് കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയത്. അതുകൊണ്ടാണ് ശ്രീരാമൻ അവരുടെ ദൈവം, അല്ലാതെ വാൽമീകിയുടെ രാമനെ എഴുത്തച്ഛൻ എടുത്തു വെച്ച് തന്നിഷ്ടപ്രകാരം നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തച്ഛനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതല്ല സത്യം. എഴുത്തച്ഛൻ തൻ്റെ മൂലകൃതി അതിൽ പറയുന്നുണ്ട്. വ്യാസനാം ഗുരുവരൻ എന്ന് രാമായണം തുടക്കത്തിൽ വായിക്കുന്നവർക്കറിയാം. വ്യാസനെയാണ് അദ്ദേഹം തൻ്റെ ഗുരുനാഥനായിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രാമായണം ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം. പിന്നെ ഈ വർത്തമാന കാലത്തിൽ കേൾക്കുന്ന ഒരു പരാതി, എഴുത്തച്ഛൻ ബ്രാഹ്മണർക്കും മറ്റും വായിക്കാൻ വേണ്ടിയിട്ടാണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ രചിച്ചത് എന്ന് പറഞ്ഞൊരു ആക്ഷേപം ഈ വർത്തമാന കാലഘട്ടത്തിൽ കേൾക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. എഴുത്തച്ഛൻ രാമായണം രചിക്കുന്നതിന് തൊട്ട് മുമ്പ്, രാമായണം എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഹരിനാമ കീർത്തനം എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. അത് മലയാളത്തിലെ അക്ഷരം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഇതാണ് അക്ഷരമാല. സാധാരണക്കാരായ ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി എഴുത്തച്ഛൻ ചെയ്തതാണ് ഹരിനാമ കീർത്തനം. അതിൽ ഓരോ വരികളും തുടങ്ങുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ടാമത്തെ വി ശ്രീ, അടുത്ത കണ്ണിക, അടുത്തത് ശ്രീ, അടുത്ത ഗ പതയേ നമ എന്ന് ആരംഭിച്ചിട്ട് ഈ എന്നിങ്ങനെ 51 അക്ഷരങ്ങളിലാണ് ഈ ഹരിനാമ കീർത്തനം. അപ്പോൾ ആലോചിക്കണം, അന്ന് എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മലയാളികൾക്ക് അക്ഷരം പഠിപ്പിക്കണം. അക്ഷരം പഠിക്കാൻ പറഞ്ഞാൽ നമ്മൾ പഠിക്കില്ല. പക്ഷേ ഈ ചെറുശ്ശേരിയുടെ ഈ കൃഷ്ണഗാഥയൊക്കെ മലയാളികൾ വായിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരിത് വായിച്ച് പഠിച്ചു കഴിയണമെങ്കിൽ അക്ഷരം അറിയണം. അങ്ങനെ ഭക്തിയിൽ അക്ഷരങ്ങളെ കൂട്ടിയിണക്കി ഇത് പഠിക്കുമ്പോഴെങ്കിൽ ഈ പഠിക്കുമല്ലോ എന്നുള്ള തരത്തിലാണ് ഹരിനാമ കീർത്തനം ഏറ്റവും വിശിഷ്ടമായ ഒരു കൃതി ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൻ്റെ രചനയിലേക്ക് കടന്നത്. അപ്പോൾ ഈ വലിയ ശ്രേഷ്ഠന്മാർക്ക് മാത്രമേ അധ്യാത്മരാമായണം വായിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ ഉത്തരം അധ്യാത്മരാമായണം എഴുതുന്നതിന് മുമ്പുള്ള ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛൻ കൊടുത്തിട്ടുണ്ട്. എന്ന് പറയുന്ന അക്ഷരം പറയുമ്പോൾ അതാണത്. ഋതുവായ പെണ്ണിനും ഇരപ്പന്നും ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കുമുടൻ അരുതാത്തതല്ല ഹര നാരായണായ നമ എന്നാണ്. ഈ കൃതി ആർക്കൊക്കെ വായിക്കാന്നാണ്? ഋതുവായ പെണ്ണിന്, പ്രായപൂർത്തിയായ ഒരു പെണ്ണ്, ചിലരതിനെ ആർത്തവാവസ്ഥയിലുള്ള പെണ്ണെന്നൊക്കെ വ്യാഖ്യാനിക്കും, അത് ഓരോരുത്തരുടെ ഇഷ്ടം. പ്രായപൂർത്തിയായ ഒരു പെണ്ണിനും ഇരപ്പന്നും, ഇരന്ന് ജീവിക്കുന്നവൻ, ഭിക്ഷക്കാരൻ, തെണ്ടി ജീവിക്കുന്നവൻ, ഇരപ്പനും ദാഹകനും, ചുട്ട്
ഭസ്മീകരിച്ച് കളയുന്ന ചണ്ടാളനും, അതവരൊക്കെ ഈ ജാതിയിൽ നിന്ന് അന്നത്തെ വരേണ്യന്മാർ ഒരുപാട് പുറത്തു നിർത്തിയിരുന്ന വിഭാഗങ്ങളാണ്. ദാഹകനും പതിതനും, ജീവിതത്തിൽ സമസ്ത തെറ്റും ചെയ്ത് പൊതുസമൂഹത്തിൽ നിന്നും ആട്ടിയകറ്റി പതിതനെന്ന് മുദ്ര കുത്തി ഒറ്റപ്പെടുത്തിയവനും പതിതനും ദാഹകനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും, അഗ്നിയിൽ ഹോമകർമ്മങ്ങളൊക്കെ നടത്തുന്ന ഭൂസുരൻ. ബ്രാഹ്മണർക്കും ഇത് ഒരുപോലെ വായിക്കാം, ആർക്കും ഇത് വായിച്ചുകൂടായികയില്ല എന്ന് ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട് എഴുത്തച്ഛൻ. ആ എഴുത്തച്ഛൻ പിന്നെ എങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയാണ് ഇത് എഴുതിയത് എന്ന് നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ ഹരിനാമ കീർത്തനത്തിലെ വരികളിൽ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളല്ല, എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനം എഴുതി ഇത് ജനങ്ങൾക്കിടയിൽ. എഴുത്തച്ഛൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ വെട്ടത്ത് നാട്ടിലെ തുഞ്ചൻ പറമ്പിലാണ്. നമുക്കറിയാം തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം. ആ ക്ഷേത്രമൊക്കെ ഇന്നും അവിടെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർന്നു കിടക്കുന്ന നന്ദികേശൻ്റെ പ്രതിമയൊക്കെ നമ്മൾ ആ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ ചെന്നാൽ ആ ഗോപുരത്തിൻ്റെ വലതുഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നത് കാണാം. അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ തുഞ്ചൻ പറമ്പിലേക്ക്, എഴുത്തച്ഛൻ്റെ ജന്മഗൃഹം എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന. ചിലർ പറയുന്നു എഴുത്തച്ഛൻ താമസിച്ചിരുന്നത് കുറച്ച് അകലെയാണ്, പിന്നീടാണ് ആ പ്രദേശത്തേക്ക് വന്നതെന്ന് പറയുന്നു. എന്തായാലും അവിടെ ഒരു സ്മാരകമുണ്ട്, തുഞ്ചൻ സ്മാരകം. നമ്മളൊക്കെ എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ തുഞ്ചൻ പറമ്പ്, കവികൾ പാട്ട് പാടുന്നത് പോലും തുഞ്ചൻ പറമ്പിലെ തത്തേ എന്ന് പാടി അവസാനിപ്പിക്കണം. എന്നാൽ എഴുത്തച്ഛൻ തൻ്റെ ജീവിതകാലം ഭൂരിഭാഗവും ജീവിച്ചു തീർത്തത് തുഞ്ചൻ പറമ്പിലല്ല, പാലക്കാട് ജില്ലയിലെ ഗുരുമഠത്തിലാണ്. ഇതിൻ്റെ കാരണം ഈ ഹരിനാമ കീർത്തനമെന്നാണ് അവിടെയുള്ള പൂർവികർ പറയുന്നത്. പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അതായത് ഈ ഹരിനാമ കീർത്തനത്തിൻ്റെ ഈ വരി കേട്ടപ്പോൾ അന്നത്തെ ബ്രാഹ്മണരെല്ലാം കൂടി വെട്ടത്ത് നാട്ടിലെ രാജാവിനോട് ചെന്ന് പരാതി പറഞ്ഞു, ഇയാൾ ബ്രാഹ്മണരെയും പതിതനെയും ഇരപ്പനെയും ദാഹകനെയും അഗ്നിയജനം ചെയ്ത ഭൂസുരന്മാരായ നമ്മളെയും ഒരേ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന്. അന്ന് ഈ ബ്രാഹ്മണന്മാരുടെ എതിർപ്പ് അതിജീവിക്കാൻ വെട്ടത്ത് നാട്ടിലെ രാജാവിന് പോലും പ്രയാസമാണ്. രാജാവ് ഇദ്ദേഹത്തിനെ നാട് കടത്തിയെന്നും അങ്ങനെ ആ രാജാവിൻ്റെ അധികാര പരിധിയിലല്ലാത്ത പാലക്കാട് താലൂക്കിലെ ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹം ചെന്നെത്തി. ചിറ്റൂർ പുഴ എന്ന് പറയുന്ന ആ പുഴയുടെ തീരത്ത് ഒരു ചെറിയ കുടിലൊക്കെ കെട്ടി അവിടെ താമസമാക്കി. അപ്പോഴും ഈ മനസ്സിൻ്റെ ആധി അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അത് തനിക്ക് ദുഃഖം വരുമ്പോൾ ആ പുഴയിൽ ഇറങ്ങി കുളിക്കും. പുഴയിൽ ഇറങ്ങി കുളിക്കുമ്പോൾ തൻ്റെ ദുഃഖത്തിന് അല്പം ആശ്വാസം വരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നും. അതുകൊണ്ടാണ് ആ പുഴയ്ക്ക് ഇന്ന് ആ പുഴ അറിയപ്പെടുന്നത് ചിറ്റൂർ പുഴ. ഗുരുമഠത്തിൻ്റെ മുമ്പിലൂടെ ഒഴുകുമ്പോൾ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ എന്നാണ്. ശോകനാശിനി പുഴ എഴുത്തച്ഛൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശോകം ഇല്ലാതാക്കി തീർത്ത് ആ ശോകനാശിനി പുഴയുടെ തീരത്താണ് ഗുരുമഠം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതി പൂർത്തിയാക്കിയത് എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ അധ്യാത്മരാമായണം നമ്മൾ കേൾക്കുമ്പോൾ ഇത് നമ്മൾ ഒരിക്കലും വാൽമീകി രാമായണവുമായിട്ട് സാമ്യമില്ലാത്തത് എന്തെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഈ ഭൂതകാലം മനസ്സിലാക്കുമ്പോൾ, ഭൂതകാലമാണല്ലോ വിഷയം, നമ്മൾ അറിയണം അദ്ദേഹം ഒരിക്കലും എഴുത്തച്ഛൻ സ്വീകരിച്ചത് വാൽമീകി മഹർഷിയുടെ വാൽമീകി രാമായണമല്ല, വ്യാസമുനിയുടെ അധ്യാത്മരാമായണമാണ് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഭൂതത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഈ വർത്തമാനകാലത്തിൽ ഇങ്ങനെ രാമായണത്തിന് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പല തരത്തിൽ രാമൻ മാംസം ഭക്ഷിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭാര്യയെ ഉപേക്ഷിച്ചു, സ്വന്തം ഭാര്യയെ മദ്യപിച്ചു കൊണ്ടുവന്ന് അടിക്കുകയും ഗർഭിണിയായ അവളെ ചിലപ്പോൾ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരൊക്കെയാണ് രാമൻ ഭാര്യയെ ഉപേക്ഷിച്ചതിന് കുറ്റം പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ. ഈ സീത തൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് ന്യായീകരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംശുദ്ധി ഇല്ലാതെയാണ് പലപ്പോഴും നമ്മൾ ഈ പുരാണ കഥാപാത്രങ്ങളെ നമ്മളൊന്ന് ആത്മപരിശോധന നടത്തിക്കൊണ്ട് നമ്മൾ ഒരാളെ വിമർശിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആരെയും വിമർശിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരാൾ ചെയ്യുന്ന ഒരു 70% തെറ്റും നമ്മളൊക്കെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചെയ്തിരിക്കും. എങ്കിലും ഇങ്ങനെയുള്ളവർ എന്നും രാമനെ വിമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ വാൽമീകി രാമായണത്തിൻ്റെ ഭൂതത്തെക്കുറിച്ച് പറയുമ്പോൾ വാൽമീകിക്ക് തന്നെ ഒരു ഭൂതകാലമുണ്ട്. നമുക്കറിയാം കാട്ടാളനായി ജീവിച്ച കഥയൊക്കെ നമുക്കറിയാം. ഈ സപ്തർഷികൾ മരീചി, അത്രി, പുലസ്ത്യൻ, പുലഹൻ, കൃതു, വസിഷ്ഠൻ, അങ്കിരസ്, ചില കഥയിൽ നാരദൻ എന്ന് പറയുന്നു. ഏതായാലും ഈ പിടിച്ചു പറിക്കാൻ വന്നപ്പോൾ നീ ചെയ്യുന്ന പാപം നീ അല്ലാതെ വേറെ ആരെങ്കിലും അനുഭവിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിച്ചതും താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന ഉത്തരം കേട്ട് വളരെ ദുഃഖിതനായി മടങ്ങി വന്നപ്പോൾ നീ ഇവിടെ ഇരുന്ന് ഈശ്വരനാമം ജപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുത്തിയതും വാൽമീകി ആയി മാറിയ കഥയൊക്കെ നമുക്കറിയാം. അപ്പോഴും
ഒരു സന്യാസിയായി മാറിയെങ്കിലും അവിടെയാണ് ഇതിനൊരു മറ്റൊരു പ്രത്യേകത. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് കാട്ടാളത്തം എപ്പോഴാണ് വിട്ടൊഴിഞ്ഞതെന്ന് ചോദിച്ചാൽ, തമസാ നദിയുടെ തീരത്ത് ആ പക്ഷിയെ അമ്പെയ്യാൻ താൻ പണ്ട് ചെയ്തിരുന്ന അതേ പ്രവൃത്തി മറ്റൊരാൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അയാളോട് അത് ചെയ്യരുത് എന്ന് പറയാനുള്ള മനസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കാട്ടാളത്തം പരിപൂർണമായി നശിക്കുകയും കവി പിറക്കുകയും ചെയ്യുന്നു എന്നാണ്. താൻ ചെയ്തിരുന്ന, താൻ സഞ്ചരിച്ച ദുർമാർഗം, താൻ ജീവിച്ചിരുന്ന വൃത്തികെട്ട മാർഗം അല്ലെങ്കിൽ ആ പാതയിൽ സഞ്ചരിക്കുന്ന മറ്റൊരാളെ കണ്ടപ്പോൾ ഇത് തെറ്റാണ് എന്ന് ആ വ്യക്തിക്ക് തോന്നുമ്പോൾ, അതിനെ വിലക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനെ തടയാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ മനസ്സിലെ ആ വൃത്തികേടുകളെല്ലാം പോയി അയാൾ ശുദ്ധനായി മാറുകയും ഒരു കവി അവിടെ പിറക്കുകയും ചെയ്യുന്നു. അങ്ങനെ വാൽമീകിയുടെ ഭൂതം, കാട്ടാളത്തം, മനസ്സിൻ്റെ കുടിലത, മനസ്സിൻ്റെ ദുഷ്ചെയ്തികൾ എല്ലാം അവസാനിച്ച ആ മുഹൂർത്തത്തിലാണ് ഈ കവിത ജനിക്കുന്നത് എന്നുള്ളത്. പിന്നെ അദ്ദേഹം ആ കാവ്യ കാലഘട്ടത്തിലൂടെ വർത്തമാനത്തിൽ രാമകഥയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണല്ലോ. നമുക്കറിയാമല്ലോ, സീതാദേവിയെ ശ്രീരാമൻ ഉപേക്ഷിക്കുമ്പോൾ വാൽമീകി മഹർഷിയുടെ ആശ്രമ പരിസരത്തിലാണ് ഉപേക്ഷിക്കുന്നതെന്നും, മകളെ ഇത് നിന്റെ വീട് തന്നെയാണ്, നീ വരൂ എന്ന് പറഞ്ഞ് പിതാവിനെ പോലെ വാൽമീകി മഹർഷി സീതയെ കൂട്ടിക്കൊണ്ടു പോവുകയും സീതയ്ക്ക് പ്രസവത്തിനും കുട്ടികളെ വളർത്താനുമുള്ള എല്ലാ സൗകര്യങ്ങളും ആ ആശ്രമത്തിലും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ വാൽമീകിക്കൊരു ഭൂതകാലം, അദ്ദേഹത്തിൻ്റെ വർത്തമാനകാലം, ഭാവിയിൽ സീതയുടെ കുട്ടികളെ ജനിച്ചു കഴിഞ്ഞാൽ അവരെ രാമായണം പഠിപ്പിച്ച് രാമൻ്റെ മുമ്പിൽ മുൻകൂട്ടിയാണ് രാമായണം എഴുതിയതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതൊക്കെ സാധ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള വർത്തമാനവും ഭാവിയും കൂടി കണ്ടുകൊണ്ട് ജീവിച്ച ഒരു കഥാപാത്രമാണ് നമ്മുടെ വാൽമീകി, അതിൻ്റെ കർത്താവായ വാൽമീകി തന്നെ. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ഭൂതകാലം ഉണ്ടെന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ രാമൻ ആദ്യമായിട്ട് നടത്തുന്ന മനുഷ്യവധം, ഒരു സ്ത്രീയാണ് രാമൻ ആദ്യമായിട്ട് കൊല്ലുന്നത്, ശ്രീരാമൻ. അത് താടകയാണ്. ഒരു സ്ത്രീവധം, ഒരു മനുഷ്യവധം എന്ന് പറയുന്നത് സ്ത്രീവധം കൂടിയായിരുന്നു എന്നുള്ളതാണ്. താടകയെ മാത്രമല്ല, ആ കുടുംബത്തിലെ താടകയെയും താടകയുടെ 2 മക്കളെയും 2 സന്ദർഭങ്ങളിലായിട്ട് രാമൻ, ഒരു കുടുംബത്തിലെ അമ്മയെയും 2 മക്കളെയും നിഗ്രഹിച്ച് കളയാണ്. ഈ താടക എന്ന് പറയുന്നത് ബാഹുകൻ എന്ന് പറയുന്ന ഒരു യക്ഷന്റെ മകളായിട്ടാണ് ജനിച്ചത്. അവളെ ഈ സുകേതു, അവളെ സുന്ദരൻ എന്ന് പറയുന്ന ഒരു അസുരൻ വിവാഹം ചെയ്യുകയാണ്. ഇവൾ അതിസുന്ദരിയായ ഒരു പെണ്ണായിരുന്നു. 1000 ആനയുടെ കരുത്തുള്ള, ഈ കഥകളൊക്കെ നിങ്ങൾക്കറിയാം, ഞാനത് ഈ സന്ദർഭത്തിന് വേണ്ടി പറയുന്നത് മാത്രം. ഒരു പെണ്ണായിരുന്നു അവൾ. അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ ഈ സുന്ദൻ ചെന്ന് അവിടെ ആസുര ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഈ അഗസ്ത്യമുനി സുന്ദനെ ശപിച്ച് ഭസ്മീകരിച്ച് കളഞ്ഞു, ഭസ്മമാക്കി കളഞ്ഞു. ഇതിൽ കോപാകുലയായ താടകയും മക്കളും കൂടി നേരെ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലെത്തി ആശ്രമത്തിൽ വല്ലാതെ ആക്രമണം നടത്തി. ഇതിൽ കുപിതനായ അഗസ്ത്യൻ ഇവരെ രാക്ഷസൻ മാരീചന, ഇവർ 2 മക്കളെന്ന് പറയുന്നത് ഒന്ന് മാരീചനും മറ്റത് സുബാഹുമാണ്. അങ്ങനെയാണ് ഇവരുടെ മക്കളുടെ ഇത് കാണിക്കുന്നത്. ഇവർ 2 പേരെയും ശപിച്ച് രാക്ഷസന്മാരാക്കി തീർത്തു. പിന്നെ ആ കാട്ടിലായിരുന്നു താമസം. അവിടേക്കാണ് ഈ നമ്മുടെ രാമൻ വരുമ്പോൾ വിശ്വാമിത്രൻ രാമനെ കൊണ്ട് താടകയെ കൊല്ലിക്കുന്നത്. പിന്നെ ഈ 2 പേരെയും, ഒരാളെ യാഗരക്ഷാ സമയത്തും മാരീചനെ ഈ പൊന്മാനായി വരുന്ന സമയത്തും രാമൻ വധിക്കുകയാണ്. ഇങ്ങനെ താടകയ്ക്കൊരു പൂർവ്വകാലം, അതുപോലെ തന്നെ അഹല്യയ്ക്കൊരു പൂർവ്വകാലം, രാക്ഷസ വംശത്തിന് തന്നെ ഒരു ഭൂതകാലം. ഓരോന്നിൻ്റെയും ഭൂതകാലം പറഞ്ഞുകൊണ്ട് വർത്തമാനകാലത്തിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ഈ 2000 ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ സമയത്ത് പോലും വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയുന്ന ഒരു കാവ്യമായിട്ട് രാമായണം ഇങ്ങനെ മാറിയിരിക്കുകയാണ്. നമുക്കൊക്കെ രാമായണം ഓരോ കഥകളിലും നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ അതിനെ ഇങ്ങനെ പറയും. ഞാനീ പറഞ്ഞതുപോലെ ഈ രാമായണം എഴുത്തിലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കവിയാണ് കമ്പൻ എന്ന് പറയുന്ന കവി. തമിഴ്നാട്ടിലാണ് കമ്പർ. ഈ കമ്പരും ഒറ്റക്കൂത്തരും കൂടെ ചേർന്നാണ് തമിഴ്നാട്ടിലെ രാമായണം എഴുതിയത്. ഈ ഒറ്റക്കൂത്തരും കമ്പരും, ചോളരാജാവ് കമ്പരോടും ഒറ്റക്കൂത്തരോടും പറഞ്ഞു, ഈ രാമായണം കഥ തോൽപ്പാവക്കൂത്തായിട്ട് അവതരിപ്പിക്കണം, അപ്പോൾ ഈ രാമകഥ നിങ്ങളൊന്ന് കാവ്യമായിട്ട് എഴുതണം എന്ന് പറഞ്ഞു. പറഞ്ഞ ദിവസം തന്നെ ഒറ്റക്കൂത്തൽ എഴുതി പൂർത്തിയാക്കി. പക്ഷെ കമ്പരൊന്നും ചെയ്തില്ല. എന്നാൽ ഈ പാടി കേൾപ്പിക്കേണ്ട ദിവസം കമ്പര് മനസ്സിൽ നിന്ന് അത് പാടി കേൾപ്പിച്ചു, ഒറ്റക്കൂത്തൽ എഴുതി പാടി.
രാജാവിന് ഇഷ്ടപ്പെട്ടത് കമ്പരുടെ ആ പാട്ടായിരുന്നു. പിന്നീട് പറഞ്ഞു ഇത് എഴുതി എന്നെ എത്രയും വേഗം ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കമ്പർ അതിന് തുനിഞ്ഞില്ല എന്നാണ് പറയുന്നത്. എന്നാൽ സരസ്വതി ദേവി ആ കാവ്യം എഴുതി കമ്പർക്ക് കൊടുത്തിട്ട് രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം ഒരു കൃതി ശ്രേഷ്ഠമായി കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു ദൈവിക പരിവേഷം കൊടുക്കും, അത്രയേ ഉള്ളൂ. കാളിദാസൻ, മണ്ടനായ കാളിദാസൻ ബുദ്ധിമാനായപ്പോൾ നമ്മൾ ഭദ്രകാളി നാവിൽ ഹരിശ്രീ കുറിച്ചു എന്ന് വിശ്വസിക്കുന്നത് പോലെ കമ്പര് ഈ കഥ എഴുതി കൊടുത്തു. ഞാൻ ഈ പറഞ്ഞ കാര്യം, രാവണന്റെ മകളാണ് സീത എന്ന ഒരു കഥ കേൾക്കുമ്പോൾ നമ്മളൊക്കെ പറയും അത് കമ്പരാമായണത്തിലുള്ളതാണ്, വാൽമീകി രാമായണത്തിൽ, അധ്യാത്മ രാമായണത്തിലുള്ളതാണ്. അത് കമ്പ രാമായണത്തിൽ അങ്ങനെ ഒരു സംഭവമേ പറഞ്ഞിട്ടില്ല. എന്നാൽ രാവണന്റെ മകളാണ് സീത എന്ന് വിശ്വസിക്കുന്ന രാമായണമുണ്ട്. നമുക്ക് 300 രാമായണങ്ങളുണ്ട്. 300 രാമായണാസ് എന്ന പേരിൽ ഡോക്ടർ AK രാമാനുജൻ ഒരു പുസ്തകം, ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതിലാണ് ഔപചാരികമായിട്ട് നമ്മുടെ രാമായണം 300 എണ്ണത്തിനെ പരാമർശിക്കുന്നത്. അതിനു മുമ്പ് തന്നെ കാമിൽ ബുൾക്കെ എന്ന് പറയുന്ന ബെൽജിയംകാരനായ ഒരു പാതിരി ഇന്ത്യയിലേക്ക് ഹിന്ദിയും സംസ്കൃതവും ഒക്കെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം വന്നപ്പോൾ ഈ ഹിന്ദി പഠിച്ചു കഴിഞ്ഞപ്പോൾ തുളസീദാസന്റെ രാമചരിത മാനസം ഇദ്ദേഹം വായിക്കാനിടയാണ്. ഇത് ഇദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഹിന്ദിയിലും സംസ്കൃതത്തിലും രചിക്കപ്പെട്ട രാമകഥകളൊക്കെ ഇദ്ദേഹം തേടി പിടിച്ച് വായിച്ചു തുടങ്ങി. ഈ ബെൽജിയംകാരൻ, ഈ പാതിരി, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ അറിയാം, ഹിന്ദി അറിയാം. എന്നിട്ട് ഈ രാമായണത്തിൽ ഇദ്ദേഹം ഗവേഷണം നടത്തി. ആ രാമായണത്തിലെ ഒരു തീസിസ് അദ്ദേഹം സമർപ്പിച്ചു. അതാണ് രാമകഥ ഉൽപ്പത്തിയും വികാസവും. ഇന്ന് നമുക്ക് ആ പുസ്തകം ലഭ്യമാണ്. ഇങ്ങനെ 2 ആധികാരികമായ പുസ്തകങ്ങൾ. ഇതിൽ വിവിധ രാമായണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കമ്പരാമായണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ രാവണന്റെ മകളാണ് സീത എന്ന് ചിത്രീകരിക്കുന്നത് ജൈനമതക്കാരുടെ ഇടയിൽ പ്രചരിക്കുന്ന രാമായണത്തിലാണ്. ഒരുപക്ഷെ നമ്മൾ ഈ രാമകഥ കേട്ട് കഴിഞ്ഞാൽ ഒരു നല്ല രാമകഥ, രാവണനെയൊക്കെ ഒരു എന്താ പറയുക, ഇത്രത്തോളം കുറ്റം പറയാൻ പാടില്ലാത്ത ഒരു കഥാപാത്രമായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയും. രാവണന്റെ കൊട്ടാരത്തിൽ സീത രാവണന്റെ മകളായി ജനിക്കുന്നു. അതിൻ്റെ പേര് പൗമചരിതമെന്നാണ്. അതിൽ രാമനെ വിളിക്കുന്നത് പൗമൻ എന്നാണ്. ആ രാമായണത്തിൻ്റെ, ജൈനമത രാമായണത്തിൻ്റെ പേര് പൗമചരിതമെന്നാണ്. അവിടെ സീത ജനിക്കുന്നു. പക്ഷേ ഈ ജ്യോത്സ്യന്മാർ പ്രശ്നമൊക്കെ വെച്ച് നോക്കുമ്പോൾ പറയുന്നു ഈ പെണ്ണ് ഈ രാജ്യത്ത് നിന്നാൽ ഈ രാജ്യം അപകടത്തിൽപ്പെടും, അതുകൊണ്ട് ഇവളെ കളയണം. പക്ഷേ തൻ്റെ മകളെ സീതയെ കളയാൻ രാവണന് പറ്റുന്നില്ല. അതുകൊണ്ട് തൻ്റെ നോട്ടമെത്തുന്ന ഭാരതത്തിലെ മിഥില എന്ന് പറയുന്ന രാജ്യത്ത് ഒരു കാർഷികോത്സവം നടക്കുമ്പോൾ ഈ പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. ഈ പെണ്ണിനെ ബാക്കി രാമായണത്തിലെ കഥ തന്നെ ജനങ്ങളെടുത്ത് വളർത്തുന്നുവെങ്കിലും തൻ്റെ മകളെ ഇങ്ങനെ നോക്കാൻ വേണ്ടി ഈ രാവണൻ ചാരന്മാരെ നിയോഗിക്കുകയാണ്. പിന്നെ രാമായണത്തിലെ കഥ പോലെ രാജ്യം നഷ്ടപ്പെടുന്നു, കാട്ടിലേക്ക് പോകുന്നു. ഈ സീത കാട്ടിലേക്ക് അയക്കപ്പെട്ടപ്പോൾ രാവണൻ അത് അത്ര ഇഷ്ടമായില്ല. കാട്ടിൽ തൻ്റെ മകൾക്ക് എന്തെങ്കിലും അപകടമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, ഞാൻ പറയുന്നു, ഒരു പിതാവിൻ്റെ ഒരു നോട്ടം, അല്ലെങ്കിൽ രാവണനെ എന്തുകൊണ്ട് എല്ലാവരും നല്ലതെന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ ജൈനമതത്തിൻ്റെ പറഞ്ഞിരിക്കുന്നതല്ല ആണെന്ന് ഞാൻ പറയുന്നതാണ്, കമ്പരുടേതല്ല എന്നാണ്. അങ്ങനെ തൻ്റെ മകളെ നോക്കാൻ വേണ്ടി രാക്ഷസന്മാരെയൊക്കെ അയക്കുകയാണ്. പലപ്പോഴും ഇവർക്ക് ഈ സീത ഇവരുടെ നോട്ടത്തിൽ നിന്ന് മറയുമ്പോൾ, ഒരു സ്ത്രീകളുടേതായിട്ടുള്ള ചില സംഭവങ്ങൾക്കൊക്കെ സീത പോകുമ്പോൾ പലപ്പോഴും ഈ രാക്ഷസന്മാർക്കൊന്നും അങ്ങനെ നോക്കാൻ പറ്റാതിരിക്കുമ്പോൾ തൻ്റെ അനുജത്തിയായ ശൂർപ്പണഖയെ നിയോഗിക്കുകയാണ്. ശൂർപ്പണഖ ജൈനരാമായണത്തിൽ രാവണൻ്റെ ചാരസംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. അവിടെ ചെന്ന് ഒളിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് രാമനെ കാണുന്നതും പിന്നെ രാമായണം പോലെ രാമനെ കല്യാണം കഴിക്കാൻ ശൂർപ്പണഖയ്ക്ക് ആഗ്രഹം തോന്നുന്നതും ചെന്ന് പറയുന്നു. അധ്യാത്മ രാമായണത്തിലൊക്കെ അതുണ്ടല്ലോ, രാമൻ പരിച സുന്ദരി കേട്ട് ഉൾക ഞാൻ അയോധ്യാപതിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം എന്നോട് ഭാര്യ ഇവൾ ജനകാത്മജ സീത ധന്യേ മൽ ഭ്രാതാവായ ലക്ഷ്മണൻ ഇവനടോ എന്നൊക്കെ പറയുന്നു. കല്യാണം കഴിച്ച് അടങ്ങുമെന്ന് പറയുന്നു. ലക്ഷ്മണൻ അവരുടെ മൂക്കും മാറും കാതും ഒക്കെ ഛേദിക്കുന്നു. ഇവിടെ ചെറിയ വ്യത്യാസം. ഇവിടെ ചെന്ന് ശൂർപ്പണഖ രാവണനോട് കുറ്റപ്പെടുത്തുന്നത് രാമനെയല്ല. ശൂർപ്പണഖ പറയും, നിന്റെ മോൾ കാട്ടിൽ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ കണ്ടോ, ലക്ഷ്മണനാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. എൻ്റെ സൗന്ദര്യം കണ്ട് എന്നെ മറ്റൊരു വിധത്തിൽ ലക്ഷ്മണൻ സമീപിച്ചപ്പോൾ ഞാൻ അവനെ തടഞ്ഞപ്പോൾ അവൻ എന്നെ വിരൂപയാക്കി. നിന്റെ മകൾ ലക്ഷ്മണനോടൊപ്പം സുരക്ഷിതയല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് രാമനും ലക്ഷ്മണനും ഇല്ലാത്തപ്പോൾ ആശ്രമത്തിലെത്തുകയും സീതയോട് കാര്യം പറയും, മോളെ, ഞാൻ നിന്റെ അച്ഛനാണ്, ലങ്കാധിപനാണ് ഞാൻ, നിന്നെ ഞാൻ പണ്ട്
ജനകൻ്റെ കൊട്ടാരത്തിൽ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ അവളും പറയും, ശരിയാണ്, എന്നെ ഒരു പേടകത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അത് അച്ഛൻ ഉപേക്ഷിച്ചതാണ്. നിനക്ക് ഈ കാട്ടിൽ താമസിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ വാ, ലങ്കയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പറയും, ഭർത്താവിനെ വിട്ട് ഞാൻ വരില്ല. അപ്പോൾ പറയും, നീ വരണം, വന്നേ പറ്റൂ, നിന്നെ ഇത്രയും നാൾ അച്ഛൻ അകലെ നിന്നെങ്കിലും നോക്കിക്കണ്ടു, ഇനി ലക്ഷ്മണനോടൊപ്പം നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അവൻ ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് ബലം പ്രയോഗിച്ച് തൻ്റെ മകളെ കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുമ്പോൾ സീത പറയുന്നു, ഞാൻ ഒരിക്കലും അച്ഛൻ്റെ കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കില്ല, എൻ്റെ ഭർത്താവ് കാട്ടിലാണ് വസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ അശോകവനിയിൽ ഇരുന്നു കൊള്ളാമെന്ന് പറയുന്നു. രാമനും ലക്ഷ്മണനും ഒക്കെ ഇത് അറിയുന്നു. വാനര സൈന്യമായിട്ടൊന്നും അല്ല വരുന്നത്, സാധാരണ ഒരു സന്ധി സംഭാഷണത്തിന് വരുന്നത് പോലെ രാമനും ലക്ഷ്മണനും രാവണന്റെ കൊട്ടാരത്തിലെത്തുന്നു. കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ പറയുന്നു, മകളാണെന്നൊക്കെ രാമന് മനസ്സിലായി. അപ്പോൾ പറയുന്നു, ഭർത്താവിനോടൊപ്പമാണ് വിവാഹം ചെയ്തൊരു സ്ത്രീ ജീവിക്കേണ്ടത്, അതുകൊണ്ട് തീർച്ചയായും ഇവിടെ വിട്ടുതരണം. ഇപ്പോൾ പറയും, വിട്ടുതരാം, നീ പറയുന്നത് ശരിയാണ്, പക്ഷെ അങ്ങനെയാണെങ്കിൽ നീ ലക്ഷ്മണനെ ഉപേക്ഷിക്കണം. രാമൻ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. രണ്ട് രാജാക്കന്മാർ തമ്മിൽ അന്ന് തർക്കമുണ്ടായാൽ യുദ്ധം ചെയ്ത് തീരുമാനിക്കണം. അങ്ങനെ രാമനും രാവണനും കൂടി യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നു. അന്നത്തെ നിയമമാണ്. പല സൈന്യങ്ങൾ, അപ്പോൾ രാവണന് വലിയ രാക്ഷസ സൈന്യമുണ്ട്. രാമനെ സഹായിക്കാൻ വേണ്ടി വിവിധ കോസലത്തു നിന്നും മിഥിലയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും സൈന്യങ്ങൾ വരികയാണ്. അതൊക്കെ ഈ പൗമചരിത്രത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വരുന്നവരാണ് ഈ ഹനുമാനും സുഗ്രീവനും മറ്റു മാന്യന്മാരും. അവിടെ കാട്ടിലേക്ക്, ലങ്കയിലേക്ക് പോകുന്നവർ രണ്ടുപേരും മാത്രമാണ്. യുദ്ധം ചെയ്യുന്നു. രാവണനെ ലക്ഷ്മണൻ വധിക്കുന്നു. ലക്ഷ്മണൻ രാവണനെ വധിക്കുന്ന രാമായണമാണ് പൗമചരിതം എന്ന് പറയും. കാരണം രാമൻ അതിലൊരു ജൈന തീർത്ഥങ്കരനാണ്. രാമൻ ആരെയും നിഗ്രഹിക്കില്ല, കൊല്ലില്ല. അങ്ങനെ ലക്ഷ്മണനാൽ രാവണൻ കൊല്ലപ്പെടുകയാണ് ഈ പൗമചരിതത്തിൽ. അപ്പോൾ അതിലാണ് ഈ രാവണൻ്റെ മകളാണ് സീത എന്ന് കേട്ട് നമ്മളത് കമ്പനി പറഞ്ഞതാണ്. നമ്മൾ പറയുന്നത് വേറെ ഒരു ഭാഷയിലെ രാമായണമാണ്, അങ്ങനെ ഒന്നുമില്ല. ഈ ജൈനമത രാമായണത്തിലാണ് ഈ ഒരു കഥ പറഞ്ഞത്. പിന്നെ ഒന്ന്, ഈ ജൈനമത രാമായണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സീതയെ സംശയത്തോടെ ഉപേക്ഷിക്കുന്ന രാമൻ അതിലില്ല. കാരണം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. രാമൻ അറിയാം സീതയുടെ അച്ഛനാണ് ഈ രാവണൻ എന്നുള്ളത്. അതുകൊണ്ട് അവിടെ വെച്ച് തൻ്റെ ഭാര്യയ്ക്ക് ഒരു വിധത്തിലുള്ള എന്താ പറയുക, ഒരു സംശയത്തിന് ഇട നൽകുന്ന ഒന്നും ഉണ്ടാവില്ല എന്ന് രാമൻ അറിയാം. അങ്ങനെ സീതയെ ഉപേക്ഷിക്കുന്ന കഥയേ അതിലില്ല. ഇങ്ങനെ ഒരു രാമായണം, ബുദ്ധമതക്കാരുടെ ദശരഥ ജാതകം എന്ന് പറയുന്ന രാമായണം, അതിൽ ശത്രുഘ്നനില്ല. അതിൽ രാമനും സീതയും ലക്ഷ്മണനും ദശരഥ മഹാരാജാവിന് കൗസല്യയിൽ പിറക്കുന്ന 3 മക്കളാണ്. രാമന്റെ സഹോദരിയാണ് അതിൽ സീത. ജ്ഞാനി രാമൻ അല്ലെങ്കിൽ രാമ പണ്ഡിതൻ എന്നാണ് അതിലെ രാമന്റെ പേര്. അതിൽ രാമന്റെ സഹോദരിയാണ് സീത എന്ന് പറയുന്നത്. അതിൽ ദശരഥന്റെ ആദ്യ ഭാര്യ മരിച്ചു കഴിയുമ്പോൾ രണ്ടാമത് ദശരഥൻ കല്യാണം കഴിക്കുന്ന ഭാര്യയിൽ ജനിക്കുന്ന മകനാണ് ഭരതൻ. ആ ഭരതൻ ഒരു യോഗിയാണ്. അയാൾക്ക് രാജ്യകാര്യങ്ങളിൽ താല്പര്യമില്ല. അപ്പോൾ തൻ്റെ മകൻ കാട്ടിലേക്ക് കയറി സന്യാസിക്കാൻ പൊക്കളയും എന്നുള്ളത് കൊണ്ട് ഈ ഭരതൻ്റെ അമ്മ രാമനോട് പറയും, മോനെ, നീ കാട്ടിലേക്ക് പോകണം, നീ പോയി കഴിഞ്ഞാൽ ഇവൻ രാജ്യഭാരമൊക്കെ ഏറ്റെടുത്ത് ഈ ഭരണത്തിൻ്റെ സുഖമൊക്കെ അറിയുമ്പോൾ ഇവൻ സന്യാസ ജീവിതത്തിലേക്ക് പിന്നെ പോവില്ല. പിന്നെ നിനക്ക് കുറേ നാൾ കഴിഞ്ഞ് മടങ്ങി വന്ന് ഇവനെ ഒപ്പം കൂട്ടി രാജ്യം ഭരിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ രാമൻ തൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം അത് കാടല്ല, ഹിമാലയത്തിലേക്കാണ് പോകുന്നത്. അവിടെ പോയി അമ്മ പറയുന്നത് പോലെ തിരിച്ചു മടങ്ങി വരുമ്പോൾ അനുജത്തിയായ സീതയെ വിവാഹം ചെയ്യുന്ന തരത്തിലാണ് ദശരഥ ജാതകം എന്ന് പറയുന്ന ആ കഥ പറഞ്ഞിരിക്കുന്നത്. അറബി രാമായണം, കാമിൽ കീലാനി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ കവി എഴുതിയ അറബി ഇങ്ങനെ എത്രയോ ഇങ്ങനെ രാമായണത്തിന് അനേകം പൂർവ്വ കഥകൾ. രാമായണത്തിൻ്റെ ഈ ഭൂതം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാലും തീരാത്ത ഒരു വിഷയമാണ്. അങ്ങനെ അനേകം കാര്യങ്ങൾ ഉണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ രാമായണത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ വരരുചിയുടെയും വിക്രമാദിത്യൻ്റെയും ഒക്കെ കഥ നമ്മൾ പറയാറുണ്ടല്ലോ. അത് പറയുമ്പോൾ രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാലും അവർ ഈ രാമായണം അറിയാമെന്നുള്ളവർ പറയും, രാമം ദശരഥം വിദ്യം മാം വിദ്യം ജനകാത്മജാം അയോധ്യാമടകം വിദ്യം ഗച്ഛത്താതാ യഥാസുഖം എന്ന് പറയും. ഏതോ ഒരു നൂറ്റാണ്ടിൽ ഏതോ ഒരു മാതൃപിതൃബന്ധം ദൃഢപ്പെടാനും ജ്യേഷ്ഠത്തെയെ ബഹുമാനിക്കാനും ഒക്കെ രാമായണത്തിൽ വ്യാഖ്യാനത്തിൽ നിന്ന് അടർത്തിയെടുത്തൊരു ശ്ലോകം. കാട്ടിൽ പോകുമ്പോൾ സുമിത്ര തൻ്റെ മകനായ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ്, മോനെ, നീ രാമനെ ദശരഥനായിട്ട് കാണണം,
മാംവിധ്യം, ഞാനായിട്ട് നിന്റെ അമ്മയായിട്ട് കാണണം ജനകാത്മജയായ സീതയെ. അയോധ്യാമടവിൻ വിധ്യം, അയോധ്യയെ നീ കാലിനെ നീ അയോധ്യയായിട്ട് കാണണം. എൻ്റെ മോനെ നീ സുഖമായിട്ട് പോയി വന്നാലും. ഇതാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ വർത്തമാനകാലത്തിൽ ഇന്നിൻ്റെ ജാലകത്തിലൂടെ നോക്കുമ്പോൾ സുമിത്രയ്ക്ക് തൻ്റെ മകനായ ലക്ഷ്മണനെ എന്തെങ്കിലും സംശയമുണ്ടായിരുന്നോ? ഈ കാട്ടിലേക്ക് തൻ്റെ ജ്യേഷ്ഠത്തെയുമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിന് മാംവിധ്യം ജനകാത്മജ എന്നൊരു ഉപദേശം കൊടുത്തു എന്ന് ചിന്തിക്കാം. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഒരുപാട് ശ്ലോകങ്ങൾ ഇന്ന് രാമായണത്തിൽ നിന്ന് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. നമ്മളൊക്കെ ഇത് കേട്ട് മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയ ഒരു ശ്ലോകം, രാമൻ ഈ സീതയെ ഉപേക്ഷിച്ചല്ലോ എന്ന് പറയുന്നവർക്ക് അല്ലെങ്കിൽ എന്തിനുപേക്ഷിച്ചു, തെറ്റല്ലേ എന്നുള്ള ഒരു മറുപടിയും കൂടിയാണ് അത്. അതായത് ഈ രാമൻ സീതയെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ലക്ഷ്മണനോട് ഇവളെ കൊണ്ടുപോയി കളയാൻ പറയുമ്പോൾ രാമൻ ലക്ഷ്മണനോട് പറയുന്നൊരു വാക്യമുണ്ട്, വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. പറയുന്നത് ഇതാണ്: അന്തരാത്മാചമേം വേത്തിം സീതാ ശുദ്ധ യശസ്വിനി എന്നാണ്. അല്ലയോ ലക്ഷ്മണ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഉള്ളിൽ, അന്തരാത്മാവിൽ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അറിയുന്നു, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, ഞാൻ ഉറപ്പായിട്ടും അറിയുന്നു, സീത ശുദ്ധ യശസ്വിനി, സീത പരിശുദ്ധിയും യശസ്വിനിയുമാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുകയാണ്. പിന്നെ എന്തിന് ഈ രാമൻ ഉപേക്ഷിക്കുന്നു? അതാണ് ചോദ്യം വീണ്ടും ചോദിക്കുന്നത്. അവിടെയാണ് നമ്മൾ അന്നത്തെ നിയമം, ത്രേതായുഗത്തിൽ നിലനിന്നിരുന്ന നിയമത്തിനെ കുറിച്ച് ഇന്ന് നമ്മൾ റോഡിൽ പോകുന്നൊരു ബസ്സിനെ നമ്മൾ കല്ലെറിഞ്ഞാൽ നമ്മൾ ശിക്ഷിക്കപ്പെടും. ഒരാളിനെ നമ്മൾ അടിച്ചാൽ ഇതെന്നത്തെ നിയമമാണ്. നമുക്ക് റോഡിൽ സഞ്ചരിക്കുന്നതിന് നിയമമുണ്ട്, മറ്റൊരാളോട് പെരുമാറുന്നതിന് നിയമമുണ്ട്, ഒരാളെ നോക്കുന്നതിന് പോലും നിയമമുണ്ട്. ഇതൊക്കെ ഇന്ന് നമ്മൾ സംരക്ഷിക്കുന്ന നിയമമാണെങ്കിൽ അന്നത്തെ നിയമവ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. അന്നത്തെ നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് രാജധർമ്മത്തോടെ ഭരിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിലുള്ളവരെ കുറിച്ച് പോലും ആക്ഷേപം കേട്ടാൽ വിചാരണ കൂടാതെ പാടെ അവരെ പരിത്യജിച്ചു കൊള്ളണം. ആലോചിക്കണം, എത്ര രാജാക്കന്മാർ, എത്ര ഭരണാധികാരികൾ എന്ന് ചെയ്യും? സ്വന്തം കുടുംബത്തിലുള്ളവരെ കുറിച്ചോ വേറെ ആരെങ്കിലും കുറിച്ചോ എന്തെങ്കിലും ആക്ഷേപം കേട്ടാൽ അതിനെയൊക്കെ തിരുത്താൻ ശ്രമിക്കുന്നതല്ലാതെ നിയമം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ആര് ഈ ഒരു പരിത്യാഗം ചെയ്യും? അത് അന്നത്തെ നിയമമാണ്. അന്നത്തെ നിയമമാണ്. ഒരു ശൂദ്രൻ എന്ന് പറയുന്ന ഒരാൾ തപസ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ശുദ്ധഗതിയിലല്ല അവൻ്റെ തപസ്സെന്നുണ്ടെങ്കിൽ വധശിക്ഷയ്ക്കപ്പുറം ഒന്നുമില്ല എന്നാണ്. അഷ്ടവിവാഹ മാർഗങ്ങൾ, പുരുഷൻ ഏത് മാർഗത്തിലൂടെയും അന്നത്തെ നിയമമാണ്. ബ്രാഹ്മം, ദൈവം, ആർഷം, പ്രാജപത്യം, ഗാന്ധർവം, ആസുരം, രാക്ഷസം, പൈശാചം, ഇത് അന്ന് നിലനിന്നിരുന്ന ഈ എല്ലാ വിവാഹ മാർഗങ്ങളിലും പുരുഷനാണ് മേൽക്കോയ്മ എന്നുള്ളതാണ്. ആർഷം എന്ന് പറഞ്ഞാൽ, ബ്രാഹ്മം എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനിയായ ഒരു പണ്ഡിതന് തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുക, പിടിച്ച് കൈയേൽപ്പിച്ച് വിടുക. ആർഷം എന്ന് പറഞ്ഞാൽ യജ്ഞം നടത്തുന്ന പുരോഹിതന് തൻ്റെ പുത്രിയെ വിവാഹം ചെയ്ത് കൊടുക്കുക. ബ്രാഹ്മം, ആർഷം. ദൈവം എന്ന് പറഞ്ഞാൽ ഗോക്കളെ ദാനമായിട്ട് കൊടുത്തതിന് ശേഷം തൻ്റെ മകളെ കൂടി കൊടുക്കുക. പ്രാജപത്യം എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തോടു കൂടി തൻ്റെ മകളെ ഒരു പുരുഷന്റെ കയ്യിൽ കൊടുക്കുക. ഗാന്ധർവം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും മാത്രം അറിഞ്ഞുകൊണ്ട് മറ്റ് ബന്ധുക്കൾ ആരും അറിയാതെ പ്രകൃതിയെ സാക്ഷി നിർത്തി വിവാഹം ചെയ്യുക. ശാകുന്തളത്തിൽ ശകുന്തളയും ദുഷ്യന്തനും വിവാഹം ചെയ്ത് ഗാന്ധർവ ഇത് പ്രകാരമാണ് നമ്മൾ പറയും. അത് അനുവദനീയമായ വിവാഹ മാർഗമാണ്. ആസുരം എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ അച്ഛന് പണം കൊടുത്തിട്ട് അവളെ വിലയ്ക്ക് വാങ്ങി കല്യാണം കഴിക്കുക. അന്നത്തെ നിയമമാണ്. പെണ്ണിന്റെ അച്ഛന് നിങ്ങളുടെ മോക്ക് എത്ര രൂപ എന്ന് ചോദിച്ചിട്ട് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ചോദിച്ചാൽ കൊടുക്കണം, കൊടുത്തു കൊള്ളണം, നിയമമാണ് അവിടെ കല്യാണം കഴിക്കുക. ആസുരം. രാക്ഷസം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ കല്യാണ പന്തലിൽ നിന്ന് പോലും സ്വന്തം കായിക ശേഷി ഉപയോഗിച്ച് പിടിച്ചുകൊണ്ടുപോകാനുള്ള മിടുക്ക് അതുണ്ടെങ്കിൽ അവൻ ആ പെൺകുട്ടിയെ സ്വന്തമാക്കാം. കാശി രാജാവിൻ്റെ 3 പെൺമക്കളെയും, അംബ, അംബിക, അംബാലിക, ഇവരെ 3 പേരെയും ദേവവ്രതൻ എന്ന് പറയുന്ന ഭീഷ്മർ കാശിയിലെത്തി പിടിച്ചുകൊണ്ടുപോയത് ശ്രീകൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. പിടിച്ചുകൊണ്ടുപോയത് ആസുരം, രാക്ഷസം എന്ന് പറയുന്ന അഷ്ടവിവാഹ മാർഗങ്ങളിൽ ഒന്ന് ഉപയോഗിച്ചാണ്. ഏറ്റവും നീചത്തിൽ നീചമായ ഒന്നാണ് പൈശാചം എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ കണ്ടാൽ അവളുടെ സമ്മതം വാങ്ങാതെ അവളെ ബലാത്കാരമായും അവളെ നശിപ്പിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം അവളെ സ്വന്തമാക്കുക. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു പുരുഷന് എന്ത് വൃത്തികേടും കാണിച്ച് ഒരു സ്ത്രീയെ സ്വന്തമാക്കാനുള്ള
ഒരു നിയമം അന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഈ വേദവതിയുടെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ രാമായണത്തിൻ്റെ ഭൂതം നമ്മൾ നോക്കുമ്പോൾ, രാവണൻ കുശധ്വജന്റെ പുത്രിയായ വേദവതി തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളോട് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ അവൾ കേട്ടില്ല. അവസാനം അവളെ ഈ പൈശാചം ഉപയോഗിച്ചിട്ടാണ് അവളെ ബലാത്കാരം ചെയ്തത്. പക്ഷെ അവൾ രാവണനോടൊപ്പം പോയില്ല, അവൾ അഗ്നിപ്രവേശം ചെയ്ത് സ്വയം അടങ്ങുകയാണ് ചെയ്തത്. അപ്പം ഇതൊക്കെ അന്നത്തെ നിയമമായിരുന്നു. അന്ന് ഒരു അല്ലെങ്കിൽ ഒരു രാജാവ് എന്തും ഉപേക്ഷിക്കണം. ഒരു രാജഭരണത്തിന് എതിരായിട്ട് ഒരു പ്രജയെങ്കിലും അവൻ തൃപ്തനല്ല എന്ന് വന്നാൽ രാജാവ് ഏത് തരത്തിലാണോ അങ്ങനെ ആയത് അത് ചെയ്യണം. അതാണ് രാമൻ പറയുന്നത്, അന്തരാത്മാചമയം വേത്തിയും സീത ശുദ്ധ യശസ്വിനി എന്ന് പറയുന്നത്. ഇനിയുമുണ്ട്. ഈ സീതാദേവിയെ രാവണൻ കൊണ്ടുപോയി കഴിയുമ്പോൾ രാവണന് പുഷ്പവിമാനത്തിൽ ഇരുന്നുകൊണ്ട് തൻ്റെ ഭർത്താവ് തന്നെ അന്വേഷിച്ചു വരുമെന്നറിയാവുമായിരുന്ന സീത തൻ്റെ ആഭരണങ്ങളൊക്കെ ഊരി നിലത്തിടുന്നുണ്ട്. അപ്പോൾ ഈ രാമൻ സീതയെ അന്വേഷിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ ആഭരണങ്ങളൊക്കെ കാണുന്നു. ഈ ആഭരണങ്ങൾ വാനരന്മാരെടുത്തുകൊണ്ട് രാമൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ രാമൻ ഇത് നോക്കിയിട്ട് പറയും, അല്ലയോ അനുജ, എൻ്റെ കണ്ണുകൾ കരഞ്ഞ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എൻ്റെ കണ്ണുകളുടെ കാഴ്ച കൃത്യതയുള്ളതല്ല, നീ ഇത് നോക്കൂ, ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടേതാണോ എന്ന്. അപ്പോൾ ലക്ഷ്മണൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട്, നാഹം ജ്ഞാനാമി കേയൂരേ നാഹം ജ്ഞാനാഭി കുണ്ടലേ നൂപുരത്വം ജ്ഞാനം അഭി നിത്യം പാദാഭിവന്ദനം എന്നാണ്. എനിക്ക് ഈ കർണാഭരണങ്ങൾ കണ്ടിട്ട് ആരുടേതാണെന്ന് തിരിച്ചറിയാനാവുന്നില്ല. എനിക്ക് ഈ തോൾവള കണ്ടിട്ട്, ഈ കുണ്ടലങ്ങൾ തോൾവള കണ്ടിട്ട് എനിക്ക് ഇത് ഏതാണെന്ന് തിരിച്ചറിയാനാവുന്നില്ല. എന്നാൽ ഈ നൂപുരം, ഈ പാദസ്വരം കാണുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഇത് ജ്യേഷ്ഠത്തിയുടേത് തന്നെയാണ്. കാരണം ഞാൻ എന്നും പാദാഭിവന്ദനം, പാദം തൊട്ട് തൊഴുമ്പോൾ ഞാൻ ഇത് കാണുന്നതാണ് എന്ന്. ആലോചിക്കണം, എത്ര മനോഹരമായ ജ്യേഷ്ഠത്തിയെ, എത്ര ഞാൻ ആ മുഖത്ത് കുറേ സമയം നോക്കി നിൽക്കാറില്ല. ആ തോൾവളകൾ കാണുന്ന വിധത്തിൽ ആ ശരീരത്തിലേക്ക് ഞാൻ നോക്കി നിൽക്കാറില്ല. എന്നാൽ നിത്യവും ഞാൻ ആ പാദസ്വരം കാണും. ഇതൊക്കെ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ഒരു ജ്യേഷ്ഠത്തിയോട് ഒരു അനുജൻ എങ്ങനെ പെരുമാറണമെന്നുള്ള ഒരു വലിയ ഒരു എന്താ പറയുക, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുകയാണ്. പക്ഷെ നമ്മളിതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് രാമായണത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നൊക്കെ നോക്കി അതിനെ അടർത്തിയെടുത്ത് ഇങ്ങനെ വ്യാഖ്യാനിച്ച്, ഇതൊന്നും നമ്മൾ ആരെയും പറഞ്ഞു പഠിപ്പിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ജനനീ ജന്മഭൂമിച്ച സ്വർഗാദപഗരീയസി, നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആപ്തവാക്യമാണ്. അവരുടെ ഔദ്യോഗിക മുദ്രയിൽ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന വാക്യമാണ്. ലങ്കയൊക്കെ തോൽപ്പിച്ച് രാജ്യം വിഭീഷണന് കൊടുക്കാൻ സമയത്ത് വിഭീഷണൻ രാമനോട് പറയും, അങ്ങ് ഇത് സുവർണ ലങ്കയാണ്, ഇത് ഇനിയും ഇപ്പം കുറച്ച് തകർക്കപ്പെട്ടെങ്കിലും ഇവിടെ എണ്ണമറ്റ സമ്പത്തുണ്ട്, അങ്ങ് ഇവിടെ ഭരിക്കണം. പുഷ്പക വിമാനം ഉൾപ്പെടെയുള്ള ഒരു ഇപ്പോഴാണ് രാമൻ പറയുന്ന മറുപടിയാണ്, എനിക്ക് ഈ സ്വർണം എന്ന് പറയുന്ന ഈ ലങ്ക എൻ്റെ കണ്ണിന് ഒരു കൗതുകവും നൽകുന്നില്ല. എൻ്റെ പെറ്റമ്മയും ഞാൻ ജനിച്ച നാടും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമൻ മടങ്ങുന്നത്. ഇതൊക്കെ രാമായണത്തിൽ നമുക്ക് എന്നും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ വിക്രമാദിത്യ രാജാവ് വരരുചിയോട് ചോദിച്ചപ്പോൾ വരരുചി പറഞ്ഞ മാം വിദ്ധിം ജനകാത്മജ എന്ന് പറയുന്ന ഒരു ശ്ലോകം പ്രധാനപ്പെട്ട ശ്ലോകമായിട്ട് ഇന്നും പരിഗണിക്കുകയാണ്. അപ്പോൾ ഈ വർത്തമാന കാലത്തിൽ ഈ വാൽമീകി രാമായണത്തിൽ അല്ലെങ്കിൽ ഈ ശ്ലോകങ്ങൾ കൂടി കാലോചിതമായി വ്യാഖ്യാനിച്ച് നമ്മുടെ കുട്ടികളെ തീർച്ചയായിട്ടും നമ്മൾ പഠിപ്പിക്കണം. പിന്നെ രാമായണത്തിലെ സ്ഥലങ്ങളെക്കുറിച്ച് വർത്തമാനകാലത്തിലെ ചില ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സമയം ഏകദേശമായി ഞാൻ അവസാനിപ്പിക്കും. ഈ രാമായണത്തിലെ ഓരോ ഇടങ്ങളും എൻ്റെ നാട്ടിലാണെന്ന് പറയാൻ നമുക്കൊക്കെ താല്പര്യമാണ്. കംബോഡിയയിൽ രാമായണമുണ്ട്. അവർ പറയും രാമൻ ജനിച്ചത് ഇവിടെയാണ്. ഈ നേപ്പാളിലെ പ്രധാനമന്ത്രിയായിരുന്ന ഒലി ഒരു പ്രസ്താവന ഇറക്കിയത് നമ്മുടെ രാജ്യവുമായിട്ട് ചെറിയ പ്രശ്നത്തിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വഴിവെച്ച് നമുക്കറിയാം. അദ്ദേഹം ഈ ടൂറിസം വികസനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം വന്നപ്പോൾ പറഞ്ഞു രാമൻ ജനിച്ചത് നേപ്പാളിലെ ഈ പ്രദേശത്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആ വിവാദ പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ വാൽമീകി ജനിച്ചത് വയനാട്ടിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇന്നും വയനാട്ടിലുണ്ട്. ശ്രീ അസീസ് തരുവണ എന്ന് പറയുന്ന ഒരാൾ വയനാടൻ രാമായണം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് കിട്ടും. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ
വയനാട്ടിൽ പ്രചാരത്തിലിരിക്കുന്ന രാമായണങ്ങളെക്കുറിച്ച് പറയും. അവിടെ ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഓരോ വിഭാഗത്തിനിടയിലും രാമായണങ്ങളുണ്ട്. കുറിച്ച് രാമായണമുണ്ട്, കുറുമ്പ രാമായണമുണ്ട്, അടിയ രാമായണമുണ്ട്. അടിയ രാമായണത്തിൽ സീത എന്ന് പറയുന്ന ഒരു അടിയ പെൺകുട്ടിയാണ്. അവിടെ അവർ വിശ്വസിക്കുന്ന മറ്റൊരു വലിയ സംഭവമുണ്ട്. നമ്മൾ വയനാട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ പുൽപ്പള്ളിയിൽ ആശ്രമക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് മുനിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വാൽമീകി രാമായണം എഴുതിയ ആശ്രമമാണ് ഇത് എന്ന് പറഞ്ഞ് ഒരു ആശ്രമം അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. വാൽമീകി സീതാദേവിയെ കൂട്ടിക്കൊണ്ട് താമസിപ്പിച്ചത് ഇവിടെയാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. സീതാദേവി ലവനും കുശനും ജന്മം കൊടുത്ത സ്ഥലം ഇന്നും അവിടെ ഉണ്ട്. അതൊരു ക്ഷേത്രമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രം നമുക്ക് കിട്ടും. സീതാദേവിയുടെ കണ്ണുനീര് വീണുണ്ടായ കുളമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു ചെറിയ തടാകം അവിടെയുണ്ട്. തമസാ നദി ഒഴുകിയിരുന്നത് ഇതുവഴിയാണെന്ന് പറഞ്ഞ് കല്ലൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു നീർച്ചാൽ അവിടെയുണ്ട്. നമുക്കൊക്കെ അങ്ങനെ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ രാമകഥയുമായി ബന്ധപ്പെട്ട് ഇപ്പം ചടയമംഗലം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ജഡായുപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ജഡായു മരിച്ചു വീണത്. എത്രയോ ചിലപ്പോൾ ഈ രാമായണം പ്രചരിക്കുന്ന നേപ്പാളിലും ഇന്തോനേഷ്യയിലും കംബോഡിയയിലുമൊക്കെ അവിടെ ജഡായു മരിച്ചു വീണ അല്ലെങ്കിൽ ജഡായു വീണ് കിടന്ന സ്ഥലങ്ങൾ അവർ ചിലപ്പോൾ നോക്കിക്കാണാം. അത് നിങ്ങളുടേതല്ല നമ്മുടേതാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം രാമായണം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പല സമൂഹത്തിലും പല ആളുകൾക്കിടയിലും പ്രചരിച്ചിരുന്ന ഒരു കഥയാണ്. അത് വാൽമീകി മഹർഷി ഒരു ഗ്രന്ഥമായിട്ട് എഴുതിയതാണ്. വാൽമീകിക്ക് മുമ്പ് തന്നെ രാമായണം കഥ പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ധർമാർത്ഥ കാമ മോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം. പണ്ടെങ്ങോ പ്രചരിച്ചിരുന്ന പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങളെ കഥകളാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഇതിഹാസം എന്ന് പറയുന്നത് എന്ന്. അതുകൊണ്ട് നമുക്ക് എൻ്റെ സ്വന്തമാണ് രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. മര്യാദാ പുരുഷോത്തമനായി ജീവിച്ച് വളരെ രീതിയിൽ തൻ്റെ ഈ ശംഭൂക അതും കൂടി ഒന്ന് സൂചിപ്പിക്കണം. ഈ ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്ര സന്യാസിയെ വധിച്ചതാണ് മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത്. അന്ന് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഓരോ വിഭാഗക്കാർക്കും ചെയ്യാനുള്ള കർമ്മങ്ങൾ എന്താണെന്ന് വിഭാവനം ചെയ്തിരുന്നു. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരാൾ കച്ചവടത്തിന് പോയാൽ അവൻ വൈശ്യനാണ്. ശൂദ്രകുലത്തിൽ ജനിച്ച ഒരു കൂലി ഒരു ദാസ്യപ്പണി ചെയ്യുന്ന ഒരുവന്റെ മകൻ ദേവപൂജയ്ക്ക് പോവുകയാണെങ്കിൽ അവൻ ബ്രാഹ്മണനാണ്. അപ്പൊ ഈ കർമ്മത്തിനാണ് അന്ന് സ്ഥാനം. നമ്മൾ ഇന്നത് മനസ്സിലാക്കുന്നില്ല. ഇന്ന് പിന്നീട് ഇത് പാരമ്പര്യമായിട്ട് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പിന്നീട് മറ്റൊരു തരത്തിൽ ജാതി വ്യവസ്ഥിതി വന്നപ്പോൾ ഈ വർത്തമാനത്തിൽ നിന്നുകൊണ്ട് നാം അതിനെ ആലോചിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അന്ന് ഒരു ശൂദ്ര സന്യാസി ശംഭൂകൻ. അപ്പൊ ഈ ശൂദ്രന്മാർക്ക് അന്ന് തപസ് വിധിച്ചിട്ടില്ല, കഥയാണ്. അന്നത്തെ സങ്കല്പമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ന്യായീകരണമാണെന്ന് വിചാരിച്ച് ആക്രമിക്കാൻ വേണ്ടി പറയുന്നതല്ല. അയാൾക്ക് തപസ് ചെയ്യാനുള്ള അവകാശമില്ല. അങ്ങനെ തപസ് ചെയ്തപ്പോൾ ആ രാജ്യത്ത് ശിശുമരണമൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ രാമനോട് പരാതി പറയുന്നു. രാമൻ രണ്ടാമത് പുഷ്പക വിമാനം, ഈ പുഷ്പവിമാനം ഈ അയോധ്യയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം കുബേരന് കൊടുക്കും. കാരണം കുബേരന്റെ കയ്യിൽ നിന്ന് രാവണൻ പിടിച്ചെടുത്തതാണ് ഈ പുഷ്പവിമാനം. വിഭീഷണനല്ല കൊടുക്കുന്നത്. ചില നാടോടി കഥകളിലൊക്കെ വിഭീഷണൻ എന്ന് പറയുന്നത് ശരിക്കും വൈശ്രവന് തന്നെയാണ് കൊടുക്കുന്നത്. രണ്ടാമത് രാമൻ പുഷ്പക വിമാനം വാങ്ങുന്നത് ഈ സന്ദർഭത്തിലാണ്. വാങ്ങിയിട്ട് ആ പുഷ്പവിമാനത്തിൽ കയറി എന്താണ് സംഭവം എന്ന് നോക്കാൻ പോകുമ്പോൾ ഒരു കാട്ടിൻ്റെ ഇടയിൽ നിന്ന് പുക പൊങ്ങുന്നു. രാമൻ അവിടേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ശൂദ്രൻ ശംഭൂകൻ ഒരു 3 കാലുള്ളൊരു തൂണ് കെട്ടിയിട്ട് ഒരു വലിയ കുഴി എടുത്തിട്ട് അടിയിൽ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് ഇതിലിങ്ങനെ തല കീഴായി ഈ മുക്കാലിയുടെ മുകളിൽ തല കീഴായി കിടന്ന് തപസ് ചെയ്യാണ്. പ്രാകൃതമായ ഒരിക്കലും അനുവദനീയമല്ല. ഒറ്റക്കാലി തപസ് ചെയ്യാം, തൊഴാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഈ തലയറുക്കാൻ രക്തം ചിന്തിച്ച് തപസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഈ രാക്ഷസന്മാരൊക്കെ അസുരന്മാരൊക്കെ ബ്രഹ്മാവിൻ്റെ ഒന്ന് വരം വാങ്ങുന്നതൊക്കെ അങ്ങനെയാണ്. നമുക്കറിയാലോ, ഓരോ അറുത്ത് രക്തമൊക്കെ ഒഴിച്ച് തലയൊക്കെ അറുത്ത് വെച്ചിട്ടാണ് തപസ് ചെയ്യുന്നത്. അപ്പോൾ രാമൻ അവൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എന്താണ് നിന്റെ ഉദ്ദേശം? ഇപ്പം പറഞ്ഞു, എനിക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകണം, അതാണ് എൻ്റെ ലക്ഷ്യം. രണ്ടാമൊന്നും ആലോചിച്ചില്ല, ഒറ്റവെട്ടിന് ശംഭൂകനെ വധിച്ചു. ഇതാണ് ശംഭൂക വധം എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യാത്ത ഒരു കർമ്മം ചെയ്യുകയും അത് ഒരുപാട് പേർക്ക് ദോഷമായി വരികയും ചെയ്യുന്നത് കൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസറോ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം നമ്മൾ മുറിച്ചു മാറ്റും, നമ്മൾ കളയും. എന്നിട്ട് ബാക്കി ഭാഗത്ത് അത് വരാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അതുപോലെ ഈ ലോകത്തിന് ഇനിയും നാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി
അയാളെ കൊന്നു. മറ്റൊരു തരത്തിൽ രാമനെ ഈശ്വരനായി കാണുന്നവർ പറയുന്നത് ഈ ശംഭുകന്റെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വർഗത്തിലെത്തണമെന്നായിരുന്നു. വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ സ്വന്തം കൈകൊണ്ട് ഒരാളെ വധിച്ചാൽ തീർച്ചയായിട്ടും സ്വർഗപ്രാപ്തി തന്നെ കിട്ടും. അതുകൊണ്ട് അതൊരു മോക്ഷമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. പക്ഷെ നമ്മളാരും മോക്ഷമാണെന്ന് വ്യാഖ്യാനിക്കില്ല. രാമനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം രാമൻ അയാളെ കൊന്നതാണ്, ഒരു കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളതിനെ അങ്ങനെ ആ തരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുകയും എല്ലാ വ്യാഖ്യാനങ്ങൾക്കും അത് ഉത്തരം നൽകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് അവരുടേതായ ഉത്തരം കണ്ടെത്താം. ഈശ്വര ചൈതന്യം വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെ കണ്ടെത്താം. പക്ഷെ എന്താണ് അന്നത്തെ നിയമം, അന്നത്തെ രീതി? ഈ വർത്തമാന കാലത്ത് നിന്നുകൊണ്ട് ത്രേതായുഗത്തിൽ നടപ്പിലാക്കിയിരുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങനെ തോന്നും. ഇങ്ങനെ ഒരുപാട് ആദ്യമായിട്ട് രാമായണത്തിൽ രാമനെ വിമർശിക്കുന്നത് സീതയാണെന്നാണ്. ചിന്താവിഷ്ടയായ സീത കുമാരനാശന്റെ കൃതി വായിക്കുമ്പോൾ നമ്മൾ സുതൻ മാമുനിയോട് അയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താറുടെ ജാന്തവാടിയിൽ അരിയോരണി പന്തല സതിക്കൊരു ഭൂഭാഗ വിതർത്തു ശാഖകൾ ഹരിനീല തൃണങ്ങൾ കീഴും നരുളും പട്ടു വിരിപ്പുമായതേ രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവനീശ്വരി ഓർത്തതില്ല പോന്ന് അവിടെ താൻ തനിയെ വിചാര ഭാഷയിൽ എഴുതിയ ഒരു കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത. അതിലാണ് ശ്രീരാമൻ ആദ്യമായിട്ട് വിമർശിക്കപ്പെടുന്നതെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ രാമായണത്തിൽ രാമൻ വിമർശിക്കപ്പെടുന്നൊരു സന്ദർഭമുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിൽ രാമൻ ബാലിയെ ഒളിയം പെയ്ത് കൊല്ലുമ്പോൾ മൃതപ്രായനായി കിടക്കുന്ന ബാലിയുടെ അടുത്തേക്ക് രാമൻ ചെല്ലുമ്പോൾ ബാലി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ബാലി ചോദിക്കും, എന്തിനാണ് ഒളിയം പെയ്ത് എന്നെ കൊന്നത്? രാജധർമ്മം പാലിക്കാൻ കാട്ടിലേക്ക് വന്ന നിങ്ങൾ കാണിച്ച ഇത് രാജധർമ്മമാണോ? വീരധർമ്മമായിരുന്നു ലക്ഷ്യമെങ്കിൽ എന്നെ നിങ്ങൾ നേരിട്ട് യുദ്ധത്തിന് വിളിച്ച് വിഗ്രഹിക്കാത്തത് എന്തേ? സുഗ്രീവന് സാധിച്ചു തരാൻ കഴിയുന്നത് എനിക്ക് സാധിച്ചു തരാൻ കഴിയാത്തത് എന്തുണ്ട്? രാവണനെ നിങ്ങളുടെ കാൽ കീഴിലാക്കണമെങ്കിൽ ലങ്കയെ ത്രികൂടത്തോടുൾപ്പെടെ ഞാൻ ഇവിടേക്ക് വരുമായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചു. വലിയൊരു വിമർശനമാണ് അധ്യാത്മരാമായണത്തിലുണ്ട്. ഏതായാലും ഇനി സമയം കഴിഞ്ഞു. ഇപ്പോൾ ദീപാരാധനാ സമയമാണ്. അതുകൊണ്ട് ഇനി മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇവിടെ ഈ സന്നിധിയിലെത്താനും കുറച്ച് കാര്യങ്ങൾ പറയാനും സാധിച്ചത് ഒരുപാട് ഭാഗ്യമായിട്ട് വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കാലോചിതമായി പല വ്യാഖ്യാനങ്ങൾക്കും വഴങ്ങുന്ന രാമായണം ഈ കാലവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളൊന്ന് വായിക്കണം. അതിൽ പല ഉപദേശങ്ങളും നമുക്ക് കിട്ടും, പല വ്യാഖ്യാനങ്ങളും നമുക്ക് കിട്ടും. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പലരും നമ്മളോട് പറയും. അതൊക്കെ ക്ഷമാപൂർവ്വം കേൾക്കുകയും നമ്മുടേതായ ശരി കണ്ടെത്തുകയും ചെയ്യുക. അത് തന്നെയാണ് രാമായണ വായനയിലൂടെ ഇന്നിൻ്റെ ഈ ജാലകത്തിലൂടെ നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഒപ്പം ഈ ഭൂതകാലത്തിലെ കഥകൾ കൂടി നമ്മൾ ഉൾക്കൊള്ളണം. ഇനിയും ഒരുപാടുണ്ട് പറയാൻ. അതൊക്കെ പിന്നീട് ഒരു അവസരത്തിലാവാം. എല്ലാവർക്കും രാമായണ മാസത്തിൽ ശ്രീരാമൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.